യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. For you are great, you do miracles so great, there is no one else like you, there is no one else like you. For you are great, Jesus, there's no one else like you, there is no one else. Come on, wherever you are, come on, lift up your hands and come on, let's praise God for a few minutes. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയായിരുന്നെങ്കിലും ആമേൻ, നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. Our God is a great God. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. Our God is a great God. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. He does wonderful things. അവൻ അത്ഭുത കാര്യങ്ങളെ പ്രവർത്തിക്കുന്നു. This morning God is telling me, ആമേൻ, ഇന്ന് പകൽക്കാലം കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, expect great things from God. ആമേൻ, ദൈവത്തിൽ നിന്ന് വലുത് പ്രതീക്ഷിക്കുക. Expect a great miracle. ആമേൻ, ദൈവത്തിൽ നിന്ന് വലിയ അത്ഭുതം A പ്രതീക്ഷിക്കുക. wonderful miracle. ആമേൻ, അത്ഭുതകരമായ മഹത്വം. How many of you expecting a great miracle this morning? എത്ര പേര് ഇന്ന് രാവിലെ വലിയൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ട്? Wow, this Friday morning, ഈ വെള്ളിയാഴ്ച രാവിലെ the Holy Spirit is telling me, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, hallelujah, ഹല്ലേലൂയ, expect a great miracle. ആമേൻ, വലിയ അത്ഭുതത്തെ പ്രതീക്ഷിക്കുക. Expect a great miracle. വലിയ അത്ഭുതത്തെ പ്രതീക്ഷിക്കുക. Hallelujah. ഹല്ലേലൂയ. You're going to have testimonies that no man have ever said. ആമേൻ, ഒരു മനുഷ്യനും ജീവകാലത്തിൽ പറയാത്ത സാക്ഷ്യങ്ങൾ നിനക്കുണ്ടായിരിക്കും. How many of you believing it? എത്ര പേര് അത് വിശ്വസിക്കുന്നു? That you have not yet said till this time. ആമേൻ, നീ ഇതുവരെ അപ്രകാരം ഒരു സാക്ഷ്യം പറഞ്ഞിട്ടില്ല. Something great is going to happen, you know. നിന്റെ ജീവിതത്തിൽ എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു. Something wonderful. ആമേൻ, ഏറ്റവും മനോഹരമായത്, Something excellent. ആമേൻ, ഏറ്റവും ശ്രേഷ്ഠതമേറിയത്, Something beyond every human words. എല്ലാ മാനുഷിക പദങ്ങളെക്കാൾ ചിന്തകളെക്കാൾ ഉപരിയായത്, Excellent things. ഏറ്റവും വലിയ കാര്യം. How many of you believing? എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many of you are believing? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Listen to me, my brother and sister. എന്റെ പ്രിയ സഹോദരി എന്നെ ശ്രദ്ധിക്കണം. Before the end of this month, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് you will have a great testimony. നിനക്ക് വലിയൊരു സാക്ഷ്യം ഉണ്ടായിരിക്കും. A wonderful testimony. ആമേൻ, മഹത്വകരമായ ഒരു സാക്ഷ്യം, which you have not told or said till this time. ആമേൻ, നിന്റെ ജീവകാലത്തിൽ ഇതുവരെ നീ പറയാത്ത സാക്ഷ്യം. You have lot of testimonies to tell. ജീവിതത്തിൽ നിനക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. But the coming days, പക്ഷെ വരും ദിവസങ്ങളിൽ you're going to have a great testimony. നിനക്ക് വലിയൊരു സാക്ഷ്യം ഉണ്ടാകും. A great testimony. ഏറ്റവും വലിയ സാക്ഷ്യം. Say amen to it. അതിന് ആമേൻ പറഞ്ഞാട്ടെ. You know, one day when I was reading the Bible, ഒരു ദിവസം ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ I came to a verse. ഞാനൊരു വാക്യം ഇങ്ങനെ കാണുവാനിടയായി. That verse is, ആ വാക്യം the prophet Samuel, it tells about the prophet Samuel. ആമേൻ, പ്രവാചകനായ ദാവീദ് ആമേൻ ശമൂവേൽ പ്രവാചകനെ പറ്റി പറയുന്ന ആമേൻ ഒരു ഭാഗമാണ്. ക്ഷമിക്കുക, ദാവീദ് പറയുന്നതല്ല, അവിടെ എഴുതി ശമൂവേലിന്റെ പുസ്തകത്തിലുള്ള ഒരു വാക്യമാണ്. ആമേൻ. Okay, that is, അത് none of his words failed. ആമേൻ, അവന്റെ വായിൽ നിന്ന് വന്ന ഒരു വചനവും ആമേൻ വെറുതെ പാഴായി പോയില്ല. Whatever prophet Samuel said, എന്തൊക്കെ പ്രവാചകനായ ശമൂവേൽ പറഞ്ഞുവോ, it was fulfilled. അത് പൂർത്തിയായി. God fulfilled it. ദൈവം അത് പൂർത്തീകരിച്ചു. And it's been written, ആമേൻ, അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, none of his words failed. ആമേൻ, അവന്റെ വാക്കുകൾ ഒന്നും പാഴായി പോയില്ല. This morning, ഇന്ന് രാവിലെ I will tell you one thing. ഞാൻ നിങ്ങളോട് പറയാം, Whatever I have spoken by the inspiration of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ഞാൻ നിങ്ങളോട് എന്തൊക്കെ പറയുന്നുവോ, it's going to be true in your life. ആമേൻ, അത് നിന്റെ ജീവിതത്തിൽ സത്യമായി തീരും. It's going to be true in your life. അത് നിന്റെ ജീവിതത്തിൽ നേരായി തീരും. None of my words is going to fail. ആമേൻ, എന്റെ വാക്കുകൾ ഒന്നും പരാജയപ്പെടത്തില്ല. I believe it. ഞാൻ അത് വിശ്വസിക്കുന്നു. Say amen. അതിന് ആമേൻ പറഞ്ഞാട്ടെ. Amen. ആമേൻ. You are going to have a greater testimony
ഈ മാസം നിനക്ക് വലിയൊരു സാക്ഷ്യം ഉണ്ടായിരിക്കും. Say amen to it. ആമേൻ പറഞ്ഞാട്ടാ. You may think that pastor, it has been around half of the month is over. ആമേൻ. നിങ്ങൾ പറയുമായിരിക്കും പാസ്റ്ററെ ഏകദേശം പകുതി മാസങ്ങൾ കഴിഞ്ഞു. But don't get worried. ആമേൻ. നിങ്ങൾ ഭാരപ്പെടണ്ട. Don't get worried. ഭാരപ്പെടണ്ട. There are 2 more weeks to come. ആമേൻ. ഈ മാസത്തിന്റെ 2 ആഴ്ച ഇനിയും വരാനുണ്ട്. You are going to see greater miracles. നീ വലിയ അത്ഭുതം കണ്ടിരിക്കും. Say amen. ആമേൻ പറഞ്ഞാട്ടാ. Hallelujah. ഹല്ലേലൂയ. 2 days back, 2 ദിവസം മുമ്പ് just while I was reading the word, ഞാൻ ദൈവവചനം ധ്യാനിക്കുമ്പോൾ I came to Psalms 136 verse 12. ആമേൻ. ഞാൻ ഈ ഭാഗത്തേക്ക് എത്തുവാൻ ഇടയായി. സങ്കീർത്തന പുസ്തകം 136:12. Those who watching me live, those who are continually watching us, ആമേൻ. എല്ലാ ലൈവിലൂടെ സ്ഥിരമായി കാണുന്നവർ, ലൈവിലൂടെ കാണുന്ന വ്യക്തികൾ, those who often watch us, ആമേൻ, ഞങ്ങളെ ഇടയ്ക്കൊക്കെ കാണുന്നവർ, ഇടയ്ക്കല്ല, സ്ഥിരമായി കാണുന്നവർ, okay, those who watch us often, ആമേൻ, ഞങ്ങളെ സ്ഥിരമായി കാണുന്ന വ്യക്തികൾ, I will tell you one thing. ഞാൻ നിങ്ങളോട് പറയാം. You know, we have started from Acts chapter 1. ആമേൻ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 1 നിന്ന് ആരംഭിച്ചു. We have not left it. ആമേൻ. നമ്മൾ പൂർത്തീകരിച്ചില്ല. We have come, നമ്മളത് വിട്ടിട്ടില്ല, ആമേൻ. പോയിട്ടില്ല. You know, on Sunday morning, ആമേൻ, ഞായറാഴ്ച രാവിലെ I'll be coming to that. ആമേൻ, ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരും. Thinking about Iraniye. നമ്മൾ ഐറാനിയെ എന്ന ഭാഗമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. Shalom, the Hebrew word. അല്ലെ അതിന്റെ ഹീബ്രു പദമായ ഷാലോമിനെ പറ്റി. You know, don't forget the basic thought. ആമേൻ. അടിസ്ഥാനപരമായ ചിന്തകൾ വിട്ടുപോകരുത്. How to walk in Christ. എങ്ങനെ ക്രിസ്തുവിൽ നടക്കാം, That's our topic. അതാണ് നമ്മുടെ വിഷയം. I'll be continuing that on Sunday morning. ആമേൻ. ഞായറാഴ്ച അതിൽ തുടർമാനം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ ഇടയാകും. So Sunday morning 11 o'clock. ആമേൻ. ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. Don't forget to be on time. ആമേൻ. കൃത്യം സമയത്ത് വരുവാൻ മറക്കരുത്. Okay, Psalms chapter 136 verse 12. ആമേൻ. സങ്കീർത്തന പുസ്തകം 136:12. Today it's a prophetical message. ആമേൻ. ഇന്ന് ഒരു പ്രവചനീയ സന്ദേശമാണ്. So take it by faith. നിങ്ങൾ വിശ്വസിച്ച് അത് ഏറ്റെടുക്കുക. You're going to have great testimonies. നിങ്ങൾ വലിയ സാക്ഷ്യങ്ങൾ പറയും. Psalms 136 verse 12. ആമേൻ. സങ്കീർത്തന പുസ്തകം 136:12. Wonderful psalms to praise God. ആമേൻ. ദൈവത്തെ ആമേൻ അതിമനോഹരമായി സ്തുതിക്കുകയാണ്. The whole text is written in such a way that it gives glory and praise to God. ആമേൻ. ആ വേദഭാഗം മൊത്തം ആമേൻ ദൈവത്തിന് മഹത്വവും പുകഴ്ചയും കൊണ്ടുവരുന്ന വേദഭാഗം. How God led the people of Israel. എങ്ങനെ ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചു. Hallelujah. ആമേൻ. Oh no, the psalmist, the author of that psalm is praising God, worshiping God. ആമേൻ. You know, and he's telling us how God led his own people Israel to the promised land. ആമേൻ. ആ സങ്കീർത്തന പുസ്തകത്തിന്റെ കർത്താവ് ആമേൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, കർത്താവിനെ ഉയർത്തുകയാണ്. എങ്ങനെ ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം നയിച്ചു. The wonders, miracles, signs, wonders and miracles, the powerful hand of God. Amen. How God showed them his power. ആമേൻ. അത്ഭുതം, അടയാളം, വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഭുജം. ആമേൻ. എങ്ങനെ ദൈവം അവരെ ആമേൻ മഹത്വത്തെ വെളിപ്പെടുത്തി. Psalms 136 verse 12. ആമേൻ. സങ്കീർത്തനം 136:12. With a strong hand and with an outstretched arm, for his mercies endures forever. ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവന്റെ ദയ എന്നേക്കുമുള്ളതാ. This people Israel, ഈ ഇസ്രായേൽ ജനം were in Egypt for 400 years. ആമേൻ. മിസ്രയീമിലായിരുന്നു 400 വർഷക്കാലം. I hope most of you listening to me have read those chapters from the Old Testament. ആമേൻ. എനിക്കറിയാം നിങ്ങൾ പലരും ആമേൻ ആ ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 400 years in Egypt. ആമേൻ. 400 വർഷക്കാലം മിസ്രയീമിൽ. In the beginning they had good days. ആമേൻ. ആദ്യ കാലങ്ങൾ നല്ല കാലങ്ങളായിരുന്നു. Later on, അതിനുശേഷം they had difficult times. We know the story. ആമേൻ. അവർക്ക് ബുദ്ധിമുട്ട് നേരിടുവാൻ തുടങ്ങി. നമുക്ക് ആ കഥകൾ അറിയാം. They became slaves to the Egyptians. ആമേൻ. മിസ്രയീമ്യർക്ക് ഇവർ അടിമകളായി മാറി. So the king, the pharaoh of that land, ആമേൻ. ആ ദേശത്തിന്റെ രാജാവായിരിക്കുന്ന ഫറവോൻ persecuted them a lot. അവരെ അനവധിയായി പീഡിപ്പിച്ചു.
They were under strong slavery. ആമേ അവർ അടിമ നുകത്തിന്റെ ബന്ധനത്തിലായി പോയി. Bondage of slavery. അടിമ നുകത്തിൻ കീഴിലായി. So they began to cry to God. അവർ അവരുടെ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. And God raised a man, Moses. ആമേ ദൈവം ഒരു അഭിഷിക്തനെ എഴുന്നേൽപ്പിച്ചു മോശ. To deliver them from the bondage of Egyptians. ആമേ മിസ്രയീമ്യരുടെ അടിമത്തിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിക്കുവാൻ. And to bring them to the promised land that he have promised to their forefathers. ആമേ അവരുടെ പൂർവികരായ പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്തേക്ക് അവരെ എത്തിക്കുവാൻ. And this Psalm 136 ആമേ ഈ സങ്കീർത്തനം 136 describes how God led them to the promised land. ആമേ ദൈവം എങ്ങനെ അവരെ വാഗ്ദത്ത ദേശത്തേക്ക് നടത്തി എന്നത് നമുക്ക് വിവരിച്ചു തരുന്നു. Hallelujah. ഹല്ലേലൂയ. Verse 12. അതിന്റെ 12ാം വാക്യം. They were under the bondage of slavery. അവർ അടിമ നുകത്തിൻ കീഴിലായിരുന്നു. But God stretched his hand. ആമേൻ. ദൈവം ആമേൻ തന്റെ കയ്യെ നീട്ടി. Let's read that words once again. നമുക്ക് ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കാം. With a strong hand. ആമേൻ. ബലമുള്ള കൈ കൊണ്ട്. And with an outstretched arm. നീട്ടിയ ഭുജം കൊണ്ടും തന്നെ. What does we mean by that? എന്താണ് അത് അർത്ഥമാക്കുന്നത്? That means അതിന്റെ അർത്ഥം God delivered them with his mighty power. ആമേൻ ദൈവത്തിന്റെ ആമേൻ അതിയായ ശക്തി കൊണ്ട് ദൈവം അവരെ വിടുവിച്ചു. Mighty power. ആമേൻ ശക്തിയാൽ ദൈവം അവരെ വിടുവിച്ചു. Hallelujah. They were under the strongholds of Egyptians. ആമേൻ മിസ്രയീമ്യരുടെ ആമേൻ ബന്ധനത്തിന്റെ അടിമത്തത്തിലായിരുന്നവർ. In other words, അല്ലെങ്കിൽ they were under the strongholds of Satan. ആമേൻ പിശാചിന്റെ ആമേൻ സ്ട്രോങ് ഹോൾഡിന്റെ അകത്തായിരുന്നു, ബന്ധിക്കപ്പെട്ട് കിടന്നു. They were under great bondage. ആമേൻ വലിയ നുകത്തിൻ കീഴിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥ. But God, പക്ഷേ ദൈവം with his mighty power, അവന്റെ ആമേൻ അതിയായ ശക്തിയാൽ delivered them from that bondage. ആമേൻ അവന്റെ സർവശക്തിയാൽ അവരെ ആ ബന്ധനത്തിൽ നിന്ന് അവൻ വിടുവിച്ചു. Today, ഇന്ന് രാവിലെ you're going to experience the mighty power of God. ദൈവത്തിന്റെ ആ സർവശക്തിയെ നീ അനുഭവിക്കാൻ പോകുകയാണ്. How many of you will say amen? എത്ര പേര് ആമേൻ പറയും? You're going to experience the mighty power of God. ആമേൻ കർത്താവിന്റെ ആ ശക്തിയെ നീ അനുഭവിച്ചറിയാൻ പോകുകയാണ്. The mighty power of God. കർത്താവിന്റെ ശക്തിയെ നീ അനുഭവിച്ചറിയാൻ പോകുകയാണ്. I will tell you one thing. ഞാൻ നിന്നോട് പറയാം. The mighty power of God is reaching you. ആമേൻ ദൈവത്തിന്റെ ആ അതിയായ ശക്തി നിന്റെ മേലെത്തുന്നു. If you sense any kind of bondage in your life, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നുകത്തിന്റെ ആമേൻ ബന്ധനത്തിന്റെ അവസ്ഥ നീ if അനുഭവിക്കുന്നെങ്കിൽ, you need breakthrough in any area of your life, ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് വിടുതൽ ആവശ്യമാണെങ്കിൽ, this morning God told me, ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പറഞ്ഞു, tell my children, ആമേൻ എന്റെ മക്കളോട് പറ, mighty power, ആമേൻ ദൈവത്തിന്റെ ആമേൻ മഹത്വത്തിന്റെ ശക്തി, my mighty power ആമേൻ ദൈവത്തിന്റെ ശക്തി is going to work for you. നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. Is going to work for you. നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. Say amen. ആമേൻ പറഞ്ഞാട്ടാ. Say amen. ആമേൻ പറഞ്ഞാട്ടാ. The mighty power of God. ആമേൻ ദൈവത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. Hallelujah. ഹല്ലേലൂയ. How does the mighty power work? എങ്ങനെയാണ് ദൈവത്തിന്റെ ഈ അതിയായ ശക്തി പ്രവർത്തിക്കുന്നത്? Jeremiah chapter 32 verse 21. ആമേൻ നമുക്ക് വായിക്കാം ജെരമ്യാവിന്റെ പുസ്തകം 32ന്റെ 21ാമത്തെ വാക്യം. Jeremiah chapter 32 verse 21. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകവും 32ാം അധ്യായം 21ാമത്തെ വാക്യം. You have brought your people Israel ആമേൻ out of the land of Egypt with signs and wonders, with a strong hand and an outstretched arm, and with great terror. ഹല്ലേലൂയ. നിന്റെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് നീ കൊണ്ടുവരികയും. How did the mighty power work in Egypt? എങ്ങനെയാണ് ദൈവത്തിന്റെ ഈ മഹത്വമായ ശക്തി മിസ്രയീമിൽ പ്രവർത്തിച്ചത്? With signs and wonders, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും, and with great terror. ആമേൻ മഹാഭീതിയാലും. Are you getting me? എത്ര പേർക്ക് മനസ്സിലായി? The Pharaoh was not pleased to free
the Israelites. ആമേൻ. ഇസ്രായേൽ മക്കളെ വിടുവാൻ ഫറവോന് താല്പര്യമില്ലായിരുന്നു. Or he was not willing to do that. താൻ അത് ചെയ്യുവാൻ തയ്യാറല്ലായിരുന്നു. He was not willing to free them. ഇസ്രായേൽ മക്കളെ സ്വതന്ത്രരായി വിടുവാൻ അവൻ തയ്യാറല്ലായിരുന്നു. Wow. He was trying to keep them in strong bondage. അടിമ നുകത്തിൽ അവരെ ബന്ധിച്ചിടുവാൻ അവൻ പരിശ്രമിച്ചു. In all ways. എല്ലാ മേഖലയിലും എല്ലായ്പ്പോഴും He persecuted them. അവരെ പീഡിപ്പിച്ചു കൊണ്ടേയിരുന്നു. He made them to be under Egyptian masters. മിസ്രൈമിയ യജമാനന്മാരുടെ കീഴിൽ അടിമകളാക്കി അവരെ നിർത്തി. And these poor Israelites had to suffer a lot under their masters. ഈ മിസ്രൈമിയ യജമാനന്മാരുടെ കീഴിൽ ഈ പാവപ്പെട്ട ഇസ്രായേൽ മക്കൾ അനവധിയായി പീഡിപ്പിക്കപ്പെട്ടു. But they began to cry. പക്ഷേ അവർ നിലവിളിക്കാൻ തുടങ്ങി. They knew one thing. അവർക്ക് ഒരു കാര്യം അറിയാം. There's only one way for deliverance. അവരുടെ വിടുതലിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. Is their God Yahweh. അത് അവരുടെ ദൈവമായ യഹോവയാണ്. So they cried unto God. അവർ ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞു. Today God told me. ഇന്ന് രാവിലെ കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. Those who are praying. ഇന്ന് പ്രാർത്ഥിക്കുന്നവർ. These days you're going to see God's signs, wonders and miracles in your life. ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തിയും നീ കാണും. God is not going to ignore your prayer. നിന്റെ പ്രാർത്ഥനയെ അവൻ തള്ളിക്കളയത്തില്ല. He's not going to neglect your prayer. നിന്റെ പ്രാർത്ഥനയെ അവൻ ത്യജിക്കത്തില്ല. God told me, കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, tell my people, എന്റെ ജനത്തോട് വിളിച്ചു പറ, I am going to answer your prayers. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി അയക്കാൻ പോവുകയാണ്. I have heard, I have seen your pain. നിന്റെ വേദനകളെ ഞാൻ കണ്ടു. I have heard your cries. നിന്റെ നിലവിളി ഞാൻ കേട്ടു. I know the struggles you are going through. നീ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. I know the pain you're going through. നീ കടന്നു പോകുന്ന വേദനയുടെ അവസ്ഥ എനിക്കറിയാം. Don't fear. നീ ഭയപ്പെടണ്ട. My mighty power is going to work in you. എന്റെ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. My mighty power is going to work for you. എന്റെ ശക്തി നിനക്കായി പ്രവർത്തിക്കാൻ പോകുന്നു. Hallelujah. Hallelujah. My time of deliverance is right now. എന്റെ വിടുതലിന്റെ സമയം ഇതാണ്. Right now. ഇതാണ്. God is telling to someone right now. ചിലരോട് ദൈവാത്മാവ് ഇപ്പോൾ പറയുന്നു. Long years and years you have been waiting for a deliverance. നീണ്ട വർഷങ്ങൾ നാളുകളായി നീ വിടുതലിനായി കാത്തിരിക്കുകയാണ്. You have been praying for a deliverance for long days. നീണ്ട നാളുകളായി ദിവസങ്ങളായി നീ വിടുതലിനായി പ്രാർത്ഥിക്കുകയാണ്. Long months. നീണ്ട മാസങ്ങളായി. But right now. പക്ഷേ ഈ നിമിഷം this time is your time for deliverance. നിന്റെ വിടുതലിന്റെ സമയം ഇതാണ്. God is telling me. കർത്താവ് എന്നോട് പറഞ്ഞു, no longer you will go through those pains. ഇനി നീ ആ വേദനകൾക്കകത്തൂടെ പോകത്തില്ല. No longer you will go through those struggles. ഇനി ഈ ബുദ്ധിമുട്ടുകൾക്കകത്തൂടെ നീ കടന്നു പോകത്തില്ല. The mighty power of God has reached you. കർത്താവിന്റെ സർവശക്തിയുടെ കരം നിന്നെ തേടി വരുന്നു. To pick you from that pain. നിന്റെ വേദനയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ. Pick you out from that problem. നിന്റെ വിഷയത്തിന്റെ അകത്തുനിന്ന് നിന്നെ പൊക്കിയെടുക്കുവാൻ. Pick you out from that struggles. നിന്റെ ബുദ്ധിമുട്ടിന്റെ അകത്തുനിന്ന് നിന്നെ പൊക്കിയെടുക്കുവാൻ. To lead you. നിന്നെ നയിക്കുവാൻ. Oh, to lead you. നിന്നെ മുമ്പോട്ട് നയിക്കുവാൻ. To lead you. നിന്നെ മുമ്പോട്ട് നയിക്കുവാൻ. To lead you. നിന്നെ മുമ്പോട്ട് നയിക്കുവാൻ. To that victory place. ആ ജയകരമായ സ്ഥലത്തേക്ക് നയിക്കുവാൻ. To the promise that he has promised. അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ നിന്നെ എത്തിക്കുവാൻ. To the victory that he has prepared for you. നിനക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന ജയത്തിലേക്ക് നിന്നെ നയിക്കുന്നു. Say amen. ആമേൻ പറഞ്ഞാട്ടാ. Say amen. ആമേൻ. Hallelujah. Hallelujah. We know the story. നമുക്ക് കഥ അറിയാം. Let's go to Acts chapter 35. 7 verse 35 and 36. അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായം അതിന്റെ 37-38 വാക്യം. Acts chapter 7 verse 35 and 36. അപ്പോസ്തല പ്രവർത്തികൾ 7-ന്റെ 35-36 വാക്യം. This Moses whom they rejected, saying, who made you a ruler and judge, is the one God sent to be a ruler and deliverer by the hand of the angel who appeared to him in the bush. Verse 36. Amen. He brought them out after he had shown wonders and signs in the land of Egypt
and in the Red Sea and in the wilderness 40 years. ഹല്ലേലൂയ. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയാൽ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. 36 വാക്യം. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. Praise God. ആമേൻ. What did we read there? എന്താണ് നമ്മൾ അവിടെ വായിച്ചത്? God raised a man. ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. Wow. This is a prophetical word. നിങ്ങൾ ഏറ്റെടുക്കുക, ഒരു പ്രവചന ശബ്ദം വരികയാണ്. When the people cried for deliverance, വിടുതലിന് വേണ്ടി ജനം നിലവിളിച്ചപ്പോൾ what did God do? ദൈവം എന്താ ചെയ്തേ? He raised a man. ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. Are you getting me? എത്ര പേർക്ക് മനസ്സിലായി? He raised a man. ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. You know, when I was reading this verses few minutes before, അമ്മേ അല്പസമയം മുമ്പ് ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ God told me. കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. God told me. കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. I am raising some people. അമ്മേ ഞാൻ ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. I am raising a person. ഞാൻ ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. For the future revival. ആമേ ഭാവിയിലെ ഉണർവിന് വേണ്ടി. For the coming revival. വരുന്ന ഉണർവിന് വേണ്ടി. To lead my people. എന്റെ ജനത്തെ നയിക്കുവാൻ. To deliver people. ആമേ ജനങ്ങളെ വിടുവിക്കുവാൻ. To show my mighty power. എന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ. How many of you say amen? എത്ര പേര് ആമേൻ പറയും? As God raised Moses at that time, ആ കാലഘട്ടത്തിൽ മോശയെ എഴുന്നേൽപ്പിച്ചതുപോലെ God is looking for a Moses in this generation. ഈ തലമുറയ്ക്കകത്ത് ദൈവം ഒരു മോശയെ നോക്കുന്നു. Hallelujah. Hallelujah. He's looking for a Moses in this generation. ഈ തലമുറയ്ക്കകത്ത് ദൈവം മോശയെ നോക്കുന്നു. This Moses was rejected by God's people. ആമേ ദൈവത്തിന്റെ മക്കളാൽ തന്നെ ഈ മോശ നമ്മെ ത്യജിക്കപ്പെട്ടവനാണ്. You know, 40 years he lived in Egypt. We know that story. ആമേ നമുക്കറിയാം 40 വർഷം അവൻ മിസ്രൈമിൽ താമസിച്ചു. Then he had to be in the wilderness for 40 years. 40 വർഷം താൻ മരുഭൂമിയിലായിരുന്നു. Then after 40 years he came back to Egypt. God showed him a fire in the bush. We know that all those stories. Amen. Amen. God called him to deliver God's people, so he was sent back to Egypt. ആമേ വീണ്ടും ആമേ അടുത്ത 40 വർഷത്തിന് ശേഷം മുൾപ്പടർപ്പിൽ ആമേ ദൈവം പ്രത്യക്ഷനായി ആമേ അതിനുശേഷം തന്നെ വീണ്ടും വിടുതലിനു വേണ്ടി ആമേ ദൈവം മിസ്രൈമിലേക്ക് അയക്കുന്നു. At the age of 80, ആമേ 80ാമത്തെ വയസ്സിൽ he was sent back to Egypt. വീണ്ടും മിസ്രൈമിലേക്ക് തന്നെ മടക്കി അയച്ചു. You know, I will tell you one thing. ആമേ ഞാൻ നിങ്ങളോട് പറയാം. Egypt was a place ആമേ where Pharaoh not once, 2 times tried to kill Moses. ആമേ നിങ്ങൾ ശ്രദ്ധിക്കണം, മിസ്രൈം എന്ന് പറയുന്ന സ്ഥലം ആമേ ഫറവോൻ ഒന്നല്ല 2 തവണ മോശയെ കൊന്നുകളയാൻ ശ്രമിച്ച സ്ഥലമാണ്. First, when he was born. ഒന്ന് അവൻ ജനിച്ച സമയം. When he was born, അവൻ ജനിച്ച സമയം the Pharaoh at that time ആ കാലഘട്ടത്തിൽ ഫറവോൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. made a commandment. ആമേ ഒരു കൽപ്പന ഇങ്ങനെ പുറപ്പെടുവിച്ചു. Or he ordered every newborn babies of the Israelites should be dead. ആമേ ജനിക്കുന്ന സകല എബ്രായ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണം. Every boy baby, newborn boy baby has to be killed. ആമേ എല്ലാ ജനിക്കുന്ന എബ്രായ കുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണം. But God rescued or delivered or preserved Moses for a future ministry. ഹല്ലേലൂയ. പക്ഷേ ദൈവം മോശയെ രക്ഷിച്ചു സൂക്ഷിച്ചു. കാരണം ആമേ ഭാവിയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. Tell you one thing. ഒരു കാര്യം നിങ്ങളോട് പറയാം. Why all these days, all these years you have been preserved by God? എന്തുകൊണ്ട് ഈ നാളുകളെല്ലാം ഈ നീണ്ട വർഷങ്ങളെല്ലാം നീ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടു? Why? എന്താ കാര്യം? Because കാരണം
God has preserved you for a great ministry. ഹല്ലേലൂയ. കർത്താവ് നിന്നെ സൂക്ഷിച്ചത് വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. To show the world His mighty power through you. ആമേൻ. ദൈവത്തിന്റെ ശക്തിയെ ലോകത്തിന് നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ. I Say receive. Amen. Amen. Father, we receive. Amen. Hallelujah. Later on, അതിനുശേഷം we know he was grown in that Pharaoh's palace. നമുക്കറിയാം ഫറവോന്റെ കൊട്ടാരത്തിൽ മോശ വളർന്നു. But one day while he was visiting his people, ആമേൻ. ഒരു ദിവസം തന്റെ ജനത്തെ താൻ സന്ദർശിക്കുമ്പോൾ, even though he was brought up in Pharaoh's palace, ആമേൻ, ഫറവോന്റെ കൊട്ടാരത്തിന്റെ അകത്താ താൻ വളർന്നതെങ്കിലും inside he knew that he was not an Egyptian. ആമേൻ, തന്റെ അകത്ത് തനിക്കറിയാൻ താൻ ഒരു മിസ്രയീമ്യനല്ല. He belonged to the slaves there. ആമേൻ, അവിടെയുള്ള അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. So as a grown man, ആമേൻ, അവൻ വലുതായപ്പോൾ, once I have read about Moses ആമേൻ, ഒരിക്കൽ ഞാൻ മോശയെ പറ്റി ഇങ്ങനെ in വായിച്ചു. one of the historical books, ഒരു ചരിത്ര പുസ്തകത്തിൽ that he was an army officer. ആമേൻ, താൻ ആമേൻ ഫറവോന്റെ സേനാധിപതിയായിരുന്നു. He led Egyptian army in many battles. ആമേൻ, പല യുദ്ധങ്ങളിലും മിസ്രയീം സൈന്യത്തെ നയിച്ച വ്യക്തിയാണ്. So as a grown man, ആമേൻ, താൻ ആമേൻ വളർന്നപ്പോൾ, one day while he was visiting his people, ആമേൻ, ഒരു ദിവസം തന്റെ ജനത്തെ സന്ദർശിക്കുന്ന സമയം he saw one Egyptian master beating or tormenting one Israelite. ആമേൻ, താൻ കാണുവാനിടയായി ആമേൻ മിസ്രയീമ്യനായ ഒരു യജമാനൻ ആമേൻ എബ്രായ ആമേൻ ഒരു ദാസനെ അടിക്കുന്നതാ. So he killed that Egyptian master. ആമേൻ, താൻ ആ മിസ്രയീമ്യ യജമാനന്റെ അടുത്തെത്തി. He killed him ആമേൻ, എന്നിട്ട് കൊന്നു കളഞ്ഞു. because he saw the Egyptian master torturing his people. കാരണം തന്റെ ജനത്തെ ആമേൻ മിസ്രയീമ്യ യജമാനൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് പീഡിപ്പിക്കുന്നത് അവൻ കണ്ടു. So he was not able to withstand it. ആമേൻ, താൻ അത് കണ്ടു നിന്നില്ല. He just beat him and he was killed. He died. ആമേൻ, അടിച്ചപ്പോൾ അവൻ മരിച്ചുപോയി. So the second day, രണ്ടാം ദിവസം while he was again visiting his people, തന്റെ ജനത്തെ വീണ്ടും സന്ദർശിക്കുമ്പോൾ he saw two Jewish people quarreling, ആമേൻ, രണ്ട് ആമേൻ യഹൂദന്മാർ വഴക്കുണ്ടാക്കുന്നത് കണ്ടു. fighting each other. അന്യോന്യം ആമേൻ വാക്തർക്കമുണ്ടാക്കുന്നത്. So he went to compromise them. ആമേൻ, ആ വിഷയം പരിഹരിക്കുവാൻ അവരുടെ ഇടയിൽ ചെന്നു. Suddenly one of them told, അതിൽ ഒരുത്തൻ അവനോട് പറഞ്ഞു, are you planning to kill me as you have killed the Egyptian yesterday? ആമേൻ, ഇന്നലെ നീ ആ മിസ്രയീമ്യനെ കൊന്നു കുഴിച്ചിട്ടതുപോലെ ഞങ്ങളെയും കൊല്ലുവാമെന്നിരിക്കുകയാണോ? Suddenly he came to know one thing. ആമേൻ, പെട്ടെന്ന് മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. The news has spread throughout the region. ആമേൻ, ഈ വാർത്ത ആമേൻ ഈ ദേശത്ത് പരന്നു കഴിഞ്ഞു. So he fled from Egypt to the wilderness. ആമേൻ, മിസ്രയീമിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. So one of the reasons that he fled was ആമേൻ, അവൻ താൻ ഓടിപ്പോയതിന്റെ ഒരു കാരണം the Pharaoh came to know about it. ഫറവോൻ അതിനെ പറ്റി അറിഞ്ഞു. Pharaoh came to know what Moses did to the Egyptians. ആമേൻ, മിസ്രയീമ്യർക്കെതിരെ മോശ ചെയ്തത് ഫറവോൻ അറിയാനിടയായി. So Pharaoh ordered to catch and kill Moses. ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ചു മോശയെ പിടിച്ചു കൊന്നുകളയുക. So he fled to Egypt. അവൻ മിസ്രയീമിലേക്ക് ഓടിപ്പോയി. 2 times രണ്ട് തവണ there's a prophecy coming. ആമേൻ, ഒരു പ്രവചനം വരികയാണ്. 2 times രണ്ട് തവണ in Egypt മിസ്രയീമിൽ വെച്ച് Satan tried to kill him. പിശാച് മോശയെ കൊല്ലാൻ പരിശ്രമിച്ചു. But now പക്ഷേ ഇപ്പോൾ he's going back to Egypt once again. അവൻ വീണ്ടും മടങ്ങി ചെല്ലുകയാ മിസ്രയീമിലേക്ക്. Where അവൻ എവിടെയാ? once he faced terror. അവൻ ഒരിക്കൽ അവൻ ഭയന്നോടിയണം. The place where he had to fled അവൻ ഒളിച്ചോടിയണം. because of fear. ഭയം നിമിത്തം ഓടിപ്പോയ സ്ഥലത്തേക്ക്. Father, we receive it. Shatadada. The place where once Satan tried to finish him. ആമേ, ഒരിക്കൽ പിശാച് അവനെ കൊന്നുകളയാൻ പദ്ധതിയിട്ട് അതേ സ്ഥലത്തേക്ക്. The place where once Satan told, this is your end, you are going to end here. ആമേ, ഒരിക്കൽ പിശാച് അവനോട് പറഞ്ഞ നീ ഇവിടെ അവസാനിക്കും, നിന്റെ അവസാനമായെന്ന് പറഞ്ഞ അതേ ഇടത്തേക്ക്. After 40 years 40 വർഷത്തിന് ശേഷം God commanded him, ദൈവം കൽപ്പിച്ചു, go to Egypt. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോ. Go to
Egypt. മിസ്രയീമിലേക്ക് മടങ്ങി ചെല്ല. Go to Egypt. മിസ്രയീമിലേക്ക് മടങ്ങി പോക. Wow. But Moses didn't say that, look, Lord, those days I was 40 and strong and young, but now I am 80. No, he didn't go back. ആമേൻ. മോശ പക്ഷേ അങ്ങനെ പറഞ്ഞില്ല, കർത്താവേ അന്ന് 40 വയസ്സുണ്ടായിരുന്നു, ഇന്ന് 80 വയസ്സുണ്ട്, പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞില്ല. പ്രായമായി, ക്ഷീണമായി, പഴയതുപോലെ ആരോഗ്യമില്ല. He didn't say those words. ആ പദങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. He stepped at the calling of God. ദൈവത്തിന്റെ വിളിയുടെ മുമ്പിൽ കാൽ ചുവട് വെച്ചു. He went back to Egypt. മിസ്രയീമിലേക്ക് മടങ്ങി ചെന്നു. He went back to Egypt. മിസ്രയീമിലേക്ക് മടങ്ങി ചെന്നു. Come on, God is speaking to someone. ആമേൻ. ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. Wow. ഹല്ലേലൂയ. Wow. ആമേൻ. Wow. The place where you sense defeat once. ഒരിക്കൽ നീ പരാജയപ്പെട്ടുപോയ അതേ സ്ഥലത്തേക്ക്. The place where you failed once. ഒരിക്കൽ നീ പരാജയം കണ്ട അതേ ഇടത്തേക്ക്. The place where you had to put your head down. ഒരിക്കൽ നിന്റെ തല ലജ്ജിച്ചു കുനിഞ്ഞു പോയ അതേ സ്ഥലത്തേക്ക്. Hallelujah. ഹല്ലേലൂയ. God is going to honor you. കർത്താവ് മാനിക്കാനായി നിന്നെ അയക്കുന്നു. God is going to take you to that place once again. ഒരിക്കൽ കൂടി ദൈവം അതേ സ്ഥലത്തേക്ക് നിന്നെ മടക്കി അയക്കുന്നു. To show the people around you. നിന്റെ ചുറ്റുമുള്ള ജനത്തിന് വെളിപ്പെടുത്തുവാൻ. Amen. You serve a mighty God. ആമേൻ. നീ സേവിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. ഹല്ലേലൂയ. I receive it. Come on. How many of you are receiving it? I feel the presence of God reaching you. ആമേൻ. നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി സാന്നിധ്യം ഇറങ്ങുന്നത് ഞാൻ I അനുഭവിക്കുന്നു. feel the presence of God reaching you. ആമേൻ. നിന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് എനിക്ക് കാണാം. The presence of God reaching. ആമേൻ. ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങുന്നത് എനിക്ക് അനുഭവിക്കാം. Okay, when Moses reached to his people in Egypt, മോശ തന്റെ ജനമായ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് മിസ്രയീമിൽ എത്തിയപ്പോൾ they were unwilling to accept him as their deliverer. അവരുടെ വീണ്ടെടുപ്പുകാരൻ, അവരെ വിടുവിക്കുന്നവൻ താനാണെന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. They were unwilling to accept him as the ruler. അവരെ നയിക്കുന്നത് താനാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ലായിരുന്നു. So they questioned him. അവനെ ചോദ്യം ചെയ്തു. 35. 35. This Moses whom they rejected, ആമേൻ, saying, who made you a ruler and a judge, is the one God sent to be a ruler and a deliverer by the hand of the angel who appeared to him in the bush. Okay, read that in Malayalam. ആമേൻ. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ. ഹല്ലേലൂയ. Oh, the man whom they rejected. അവർ തള്ളിപ്പറഞ്ഞ മോശയെ. Come on, read it. ആമേൻ. ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി തിരിച്ചയച്ചു. Second prophecy coming on. Amen. The people who rejected you, ഒരിക്കൽ നിന്നെ തള്ളിപ്പറഞ്ഞ ജനം, God is going to make you a ruler over them. ആമേൻ. അവരുടെ വീണ്ടെടുപ്പുകാരനായി അധികാരിയായി ദൈവം നിന്നെ മാറ്റും. Let's go deeper into that verse once. നമുക്ക് ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ചിന്തിക്കാം. These people, ഈ ജനം who rejected Moses, മോശയെ തള്ളിക്കളഞ്ഞു. No, we don't want you. നിന്നെ ഞങ്ങൾക്ക് വേണ്ട. Who are you? നീ ആരാ? A stammering man? വിക്കനായ മനുഷ്യൻ, A man from the wilderness? മരുഭൂമിയിൽ നിന്ന് വന്നവൻ. Who are you? നീ ആരാ? Who are you to judge us? ഞങ്ങളെ ന്യായം വിധിക്കാൻ നീ ആരാ? Who are you to be our ruler? ഞങ്ങളുടെ അധികാരിയായിരിക്കാൻ നീ ആരാ? Who are you to advise us? ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരാ? Get lost. ഇറങ്ങിപ്പോ. We don't need you. നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല. They rejected him. അവനെ തള്ളി പറഞ്ഞു. They rejected him. അവനെ തള്ളിക്കളഞ്ഞു. But God, പക്ഷെ ദൈവം, what did we see there? നമ്മൾ എന്താണ് അവിടെ കാണുന്നേ? But God, ദൈവം, ദൈവം, the hand of God ദൈവത്തിന്റെ കരം came on him. അവന്റെ മേൽ വന്നു. The angel of God, ദൈവത്തിന്റെ ദൂതൻ, who appeared to him in that bush, മുൾപ്പടർപ്പിൽ അവന് പ്രത്യക്ഷനായി, made him
the ruler of those people who rejected him. ആമേൻ. ഒരിക്കൽ അവനെ തള്ളിപ്പറഞ്ഞ അതേ ജനത്തിന്റെ അധികാരിയാക്കി ദൈവം അവനെ മാറ്റി. This morning I will tell you one. രാവിലെ ഞാൻ നിന്നോട് പറയുന്നു, Those who have rejected you നിന്നെ തള്ളിപ്പറഞ്ഞവർ are going to accept you in Jesus' name. അവൻ യേശുവിന്റെ നാമത്തിൽ നിന്നെ സ്വീകരിക്കാൻ പോകുകയാണ്. The people who have rejected you once. നിന്നെ തള്ളിക്കളഞ്ഞ ജനം, Wow. ഹല്ലേലൂയ, I feel the presence of God. എനിക്ക് ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാം. The people who have abandoned you, ഒരിക്കൽ നിന്നെ തള്ളിക്കളഞ്ഞ ജനം, the people who have rejected you, ഒരിക്കൽ നിന്നെ ത്യജിച്ചു കളഞ്ഞവർ, the hand of God is on you. അവൻ ദൈവത്തിന്റെ കരം നിന്റെ മേലുണ്ട്. When they see the hand of God on you, നിന്റെ മേൽ ദൈവത്തിന്റെ കരം അവർ കാണുമ്പോൾ they are going to accept you. നിന്നെ അവർ സ്വീകരിക്കാൻ തുടങ്ങും. Accept you. നിന്നെ അവർ സ്വീകരിക്കും. Say amen. ആമേൻ പറഞ്ഞാട്ടെ. I receive Father in Jesus name. It's a prophetic word. അത് പ്രവചന ശബ്ദമാണ്. The people who have rejected you, നിന്നെ തള്ളിപ്പറഞ്ഞ അതേ ജനം, the husband who have rejected you, നിന്നെ തള്ളിപ്പറഞ്ഞ ഭർത്താവ്, the wife who have rejected you, നിന്നെ തള്ളിപ്പറഞ്ഞ ഭാര്യ, the children who have rejected you, നിന്നെ തള്ളിപ്പറഞ്ഞ തലമുറകൾ, the neighbor who have rejected you, നിന്നെ തള്ളിപ്പറഞ്ഞ അയൽവാസി, your friend who have rejected you, നിന്നെ തള്ളിപ്പറഞ്ഞ നിന്റെ സ്നേഹിതൻ, the relatives who have rejected you. നിന്നെ തള്ളിപ്പറഞ്ഞ നിന്റെ ബന്ധുക്കൾ. The days are coming. ആമേൻ. ദിവസങ്ങൾ നിന്റെ മുമ്പിൽ The days വരുന്നു. are coming. ദിവസങ്ങൾ മുമ്പിൽ വരുന്നു. The days are coming. ആമേൻ. ദിവസങ്ങൾ മുമ്പിൽ വരുന്നു. They are going to accept you. അവർ നിന്നെ സ്വാഗതം ചെയ്യും. They are going to accept you. അവർ നിന്നെ സ്വീകരിക്കും. They are going to accept you. അവർ നിന്നെ സ്വീകരിക്കും. Say amen. ആമേൻ പറഞ്ഞാട്ടാ. I receive. How? എങ്ങനെ? They will see the hand of God working in you. നിന്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തെ അവർ കാണും. They will see the hand of God. ദൈവത്തിന്റെ കരത്തെ അവർ കാണും. They will see the hand of അവർ God. ദൈവത്തിന്റെ കരത്തെ കാണും. You know, what did God do so that his people will accept Moses? ആമേൻ. ദൈവം എന്താ ചെയ്തത്? ആമേൻ. ജനം മോശയെ സ്വീകരിക്കാൻ തക്കവണ്ണം ദൈവം എന്താ ചെയ്തത്? What did God do? എന്താ ദൈവം ചെയ്തേ? God began to do work, signs and wonders through Moses. ആമേൻ. മോശയിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ആരംഭിച്ചു. Hallelujah. I receive it. Let's read verse 36. നമുക്ക് 36 വാക്യം വായിക്കാം. He brought them out after he had shown wonders and signs in the land of Egypt and the Red Sea and in the wilderness 40 years. ആമേൻ. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. Through Moses. മോശയിലൂടെ. You know, God did signs, wonders and miracles. ദൈവം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ചെയ്തു. When God started to use Moses, ദൈവം മോശയെ ഉപയോഗിക്കാൻ ആരംഭിച്ചപ്പോൾ they were unable to accept him. ആമേൻ. അവർക്ക് ആമേൻ അവനെ തള്ളാൻ പറ്റത്തില്ല. Are you getting me? എത്ര പേർക്ക് മനസ്സിലാവുന്നു? Hallelujah. ഹല്ലേലൂയ. In other words, അല്ലെങ്കിൽ they had to accept him. അവനെ സ്വീകരിച്ചേ പറ്റൂ. They knew one thing. അവർക്കൊരു കാര്യം അറിയാം. In order to reach the promised land, വാഗ്ദത്ത ദേശത്ത് എത്തണമെങ്കിൽ they have to accept Moses as their leader. മോശയെ നേതാവായി അംഗീകരിച്ചേ പറ്റൂ. ആമേൻ. God proved. ദൈവം തെളിയിച്ചു. God proved ദൈവം തെളിയിച്ചു. that Moses ആ മോശ was chosen by God ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് ദൈവം തെളിയിച്ചു. to be the ruler ആമേൻ. അധികാരിയായിരിക്കുവാൻ of his people ആമേൻ തന്റെ ജനത്തിന്റെ in Egypt. മിസ്രയീമിൽ. How? എങ്ങനെ? By doing signs, wonders and miracles through the hands of Moses. ആമേൻ. മോശയുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ പ്രവർത്തിച്ചുകൊണ്ട് തെളിയിച്ചു. Glory. ഹല്ലേലൂയ. God is telling you, കർത്താവ് നിന്നോട് പറയുന്നു, these days ഈ ദിവസങ്ങളിൽ people who have rejected you നിന്നെ തള്ളിക്കളഞ്ഞ ജനം are going to see the power of God through you. നിന്നിലൂടെ ദൈവത്തിന്റെ ശക്തിയെ കാണാൻ പോകുകയാണ്. Glory of God through you. ദൈവത്തിന്റെ മഹത്വത്തെ കാണാൻ പോകുകയാണ്. Those who have abandoned you, ആമേൻ. നിന്നെ തള്ളിപ്പറഞ്ഞവർ, those who have spoken against you, നിനക്കെതിരെ സംസാരിച്ചവർ, those who have spoken against you, നിനക്കെതിരെ സംസാരിച്ചവർ, those who stood against you, നിനക്കെതിരെ നിന്നവർ, those who were your enemies, നിന്റെ ശത്രുക്കളായി തീർന്നവർ, those who wished to see your fall. നിന്റെ പരാജയം, നിന്റെ വീഴ്ച കാണാൻ ആഗ്രഹിച്ചവർ. There's some people who wish to see your fall. നിന്റെ വീഴ്ചയെ കാണാൻ ആഗ്രഹിച്ചു നിന്നവരുണ്ട്.
God's hand on you. ദൈവത്തിന്റെ കരം നിന്റെ മേൽ. They are going to see the glory of God in you. നിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വത്തെ അവർ കാണും. Through you. നിന്നിലൂടെ. And they are going to accept you. ആമേൻ. നിന്നിലൂടെ ആമേൻ നിന്നെ അവർ സ്വീകരിക്കും. How many will say amen? എത്ര പേര് ആമേൻ പറയും? Not like before. ആമേൻ. നേരത്തെ അവസ്ഥയല്ല. Not like before. നേരത്തെ പോലല്ല. Not like before. നേരത്തെ പോലല്ല. In a different way. മറ്റൊരു രീതിയിൽ. In a greater way. മഹത്വകരമായ രീതിയിൽ. In a higher level. ഉയർന്ന നിലയിൽ. Listen to me. ശ്രദ്ധിക്കണം. They are going to accept you in a higher level. ഏറ്റവും ഉയർന്ന നിലയിൽ അവർ നിങ്ങളെ സ്വീകരിക്കും. So what God told me is, ദൈവം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, as God raised Moses, മോശയെ കർത്താവ് അന്ന് എഴുന്നേൽപ്പിച്ചതുപോലെ തന്നെ God is raising a generation. ദൈവം അടുത്ത തലമുറയെ Do എഴുന്നേൽപ്പിക്കുന്നു. you want to be a part of that generation? ആമേൻ. ആ തലമുറയുടെ ഭാഗം നിനക്കാകണോ? Do you want to be Moses of this time? ഈ കാലഘട്ടത്തിലെ മോശയാകണോ നിനക്ക്? God is seeking Moses. ദൈവം മോശമാരെ അന്വേഷിക്കുന്നു. God is calling Moses. ദൈവം മോശമാരെ വിളിക്കുന്നു. Come. എഴുന്നേൽക്ക. Come. എഴുന്നേൽക്ക. Come. വരിക. I want to do എനിക്ക് പ്രവർത്തിക്കണം. mighty works through you. നിന്നിലൂടെ അത്ഭുത കാര്യങ്ങൾ. So God needs a Moses. ദൈവത്തിന് ഒരു മോശയെ ആവശ്യമാണ്. God needs a man. ദൈവത്തിന് ഒരു മനുഷ്യനെ വേണം. God needs a woman. ദൈവത്തിന് ഒരു സഹോദരിയെ വേണം. Hallelujah. ഹല്ലേലൂയ. To stand. കർത്താവിന് വേണ്ടി നിൽപ്പാൻ. To be ആമേൻ. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ. a source of his power. ആമേൻ. കർത്താവിന്റെ ശക്തിയുടെ ഉറവിടമായി നിൽക്കുവാൻ. I receive in Jesus name. Are you getting me? എത്ര പേർക്ക് മനസ്സിലാവുന്നു? To use you. നിന്നെ ഉപയോഗിക്കുവാൻ. To use you. നിന്നെ ഉപയോഗിക്കുവാൻ. To manifest his power. അവന്റെ ശക്തിയെ നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ. To manifest his mighty power. അവന്റെ സർവശക്തിയെ നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ. At this time. ഈ കാലഘട്ടത്തിൽ Are you willing for it? നീ അതിന് തയ്യാറാണോ? Are you willing for it? നീ അതിന് തയ്യാറാണോ? How many of you willing for it? എത്ര പേര് തയ്യാറായിട്ടുണ്ട്? Listen to me. എന്നെ ശ്രദ്ധിച്ചോ? God used Moses ആമേൻ. ദൈവം മോശയെ ഉപയോഗിച്ചു. to manifest his mighty power. അവന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ. 10 plagues in Egypt. ആമേൻ. മിസ്രയീമിൽ 10 ബാധകൾ. We know about the 10 plagues. നമുക്ക് ആ 10 ബാധകളെ പറ്റി അറിയാം. Hallelujah. After that, അതിനുശേഷം, after coming out of the bondage, ആ ബന്ധനത്തിന്റെ അകത്തുനിന്ന് പുറത്തു വന്ന how ശേഷം Moses led them. എങ്ങനെ മോശ അവരെ നയിച്ചു? They came to the Red Sea. അവർ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു. Let's read it. Psalms 136 verse 30. ആമേൻ. നമുക്ക് വായിക്കാം. ആമേൻ. സങ്കീർത്തന പുസ്തകം 136ന്റെ 13 വാക്യം. 13. 136:13. ആമേൻ. 136ന്റെ 13. To him who divided the Red Sea in two, for his mercy endures forever. ആമേൻ. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. And verse 14. 14. And made Israel pass through the midst of it, for his mercy endures forever. അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തി കൊണ്ടുവന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. Not only the 10 plagues. ആമേൻ. 10 ബാധ മാത്രമല്ല, to the all way to the promised land. വാഗ്ദത്ത ദേശത്തിലേക്കുള്ള സകല വഴികളിലും They saw signs, wonders and miracles. അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കണ്ടു. The time when they came to the Red Sea, അവർ ചെങ്കടലിന്റെ മുമ്പിൽ എത്തിയപ്പോൾ all the people came against Moses and God. എല്ലാവരും മോശയ്ക്കും ദൈവത്തിനും വിപരീതമായി. You know, a man of God represents God. ആമേൻ. ഒരു ദൈവത്തിന്റെ പുരുഷൻ, ദൈവത്തിന്റെ അഭിഷിക്തൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. Anointed man represents God. ദൈവത്തിന്റെ അഭിഷേകം വഹിക്കുന്ന വ്യക്തി ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. Anointed woman represents God. ദൈവത്തിന്റെ അഭിഷിക്ത ആമേൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. When I stand here, I represent God. ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുക. Moses represented God. ആമേൻ. മോശ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. So every word spoken against Moses is spoken against God. മോശയ്ക്കെതിരെ സംസാരിച്ച എല്ലാ വാക്കുകളും ദൈവത്തിനെതിരെയുള്ള വാക്കുകളാണ്. Are you following me? എത്ര പേർക്ക് എന്നെ മനസ്സിലായി? So these people, ഈ ജനം when they saw the Red Sea, ഒരു ചെങ്കടലിനെ കണ്ടപ്പോൾ they doubted. ആമേൻ. അവർക്ക് സംശയമായി. Even though they saw great miracles in Egypt, മിസ്രയീമിൽ അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടും in front of the Red Sea, അവൻ ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോൾ they doubted. അവർ സംശയിച്ചു. They turned against Moses. മോശയ്ക്കെതിരെ തിരിഞ്ഞു. They asked Moses, മോശയോട് ചോദിച്ചു, you brought us here to kill us? ആമേൻ. നീ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലുവാനാണോ?
Bible tells us they took stones to throw at him. തിരുവചനം പറയുന്നു മോശയെ കൊല്ലുവാൻ അവർ കല്ലുകളെ എടുത്തു. But I will tell you one thing. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, The Lord who called you is faithful to lead you again. ആമേൻ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് നിന്നെ മുമ്പോട്ട് നയിക്കുവാൻ. He will never allow you to be perished. നീ തകർന്നു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. Once again I will tell you. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, He will never call you out and leave you there. ആമേൻ. നിന്നെ വിളിച്ചു പുറത്തിറക്കിയിട്ട് നിന്നെ ഉപേക്ഷിക്കുന്നവനല്ലവൻ. He will never call you out and forsake you there. ആമേൻ. നിന്നെ വിളിച്ചു പുറത്തിറക്കിയിട്ട് തള്ളിക്കളയുന്നവനല്ല ദൈവം. He is faithful to make you reach that promised ആമേൻ. land. അവൻ പറഞ്ഞ വാഗ്ദത്ത ദേശത്തിലേക്ക് നിന്നെ എത്തിക്കുന്ന വിശ്വസ്തനാണ് അവൻ. He is faithful to lead you through supernatural ways. അവൻ അത്ഭുതങ്ങളുടെ വഴിയിലൂടെ നിന്നെ നയിക്കാൻ വിശ്വസ്തനാണ് അവൻ. He is faithful to help you to reach that promised place. ആ വാഗ്ദത്ത സ്ഥലത്തേക്ക് നിന്നെ എത്തിക്കുവാൻ വിശ്വസ്തനാണ് അവൻ. Are you believing? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Are you receiving these words? എത്ര പേര് സ്വീകരിക്കുന്നു? He will never leave you nor forsake you. അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തുമില്ല. The Bible tells us He will never allow us to be perished. അവൻ തിരുവചനം പറയുന്നു, നീ തകർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. He is faithful അവൻ വിശ്വസ്തനാണ്. to bring you to the place. ആമേൻ. നിന്നെ ആമേൻ ആ സ്ഥലത്തുനിന്ന് പുറത്തെടുക്കുവാൻ. Amen. To bring you to the place which He has promised you. ആമേൻ. നിന്നോട് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നിന്നെ എത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. He is faithful അവൻ വിശ്വസ്തനാണ്. to bring you to the point of your calling. ആമേൻ. നിന്റെ വിളിയുടെ ആമേൻ ആ മുഖത്തിലേക്ക് നിന്നെ എത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. I will tell you one thing. ഞാൻ നിങ്ങളോട് പറയാം, Don't doubt God. ദൈവത്തെ സംശയിക്കരുത്. If He have called you, നിന്നെ അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ He is faithful to fulfill His calling in your life. നിന്റെ മേലുള്ള അവന്റെ വിളിയെ പൂർത്തീകരിക്കാൻ അവൻ വിശ്വസ്തനാണ്. ആമേൻ. I receive Father. Amen. Hallelujah. Whatever you have to face, ആമേൻ. നീ എന്തൊക്കെ വിഷയങ്ങൾ നേരിടേണ്ടി വന്നാലും, whatever opposition you have to face, ഏതൊക്കെ പ്രതികൂലങ്ങൾക്കകത്തൂടെ കടന്നു പോകേണ്ടി വന്നാലും, listen to me. എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. Your God is with you നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. to fulfill His calling in your life. നിന്റെ മേലുള്ള അവന്റെ വിളിയെ പൂർത്തീകരിക്കുവാൻ. Amen. ഹല്ലേലൂയ. You are in this world with a purpose. നീ ഭൂമിയിലായിരിക്കുന്നത് ഒരു പദ്ധതിയുമായിട്ടാണ്. You are living with a purpose. നീ ജീവിക്കുന്നത് ഒരു പദ്ധതിയുമായിട്ടാണ്. Today people may look at you and say that what is your future? ആമേൻ. ഇന്ന് ജനം നിന്നെ നോക്കി വിളിച്ചു പറയും, നിന്റെ ഭാവി എന്താണ്? As the people asked Moses, മോശയോട് ചോദിച്ചതുപോലെ തന്നെ, have you brought us to be killed here? ആമേൻ, നീ ഞങ്ങളെ ഇവിടെ കൊന്നുകളയാനാണോ കൊണ്ടുവന്നേ? It was good that you have left us there. ആമേൻ, ഞങ്ങൾ അവിടെ തന്നെ പാർത്തിക്കുന്നതായിരുന്നു നല്ലതാ. They asked him. അവനോട് ഇങ്ങനെ ചോദിച്ചു, It was good for us to stay in Egypt. അവൻ മിസ്രയീമിൽ പാർക്കുന്നതായിരുന്നു നല്ലത്. Why did you bring us here? നീ എന്തിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു? Why did you bring us to this wilderness? എന്തിന് ഞങ്ങളെ ഈ മരുഭൂമിയിൽ പട്ടുപോകാൻ കൊണ്ടുവന്നു? To be killed here? ഇവിടെ മരിക്കാനാണോ? No, 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 no. അല്ല, No, 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 no. ഒരിക്കലുമല്ല. Moses prayed to God. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. What did God say? ദൈവം എന്താ പറഞ്ഞേ? Divide the Red Sea. അവൻ ചെങ്കടലിനെ വിഭാഗിക്കുക. Divide the Red Sea. ചെങ്കടലിനെ വിഭാഗിക്കുക. Divide the Red Sea. ചെങ്കടലിനെ വിഭാഗിക്കുക. God didn't say that. ദൈവം ഇങ്ങനെ പറഞ്ഞില്ല, I'm going to divide it. അവൻ ഞാൻ അത് വിവേചിക്കാൻ പോകുകയാണ്. You are going to divide it. നീയാണ് അതിനെ വിഭാഗിക്കാൻ പോകുന്നത്. You are going to divide it. നീ അതിനെ വിഭാഗിക്കാൻ പോകുന്നത്. Because my mighty power is working in you. കാരണം എന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുന്നു. So where's my road? എന്റെ വടി എന്തേ? Take it. എടുക്ക. Stretch it to the Red Sea. ചെങ്കടലിന് നേരെ നീട്ട. And you will see it being divided. നീ കാണും അത് വിഭാഗിക്കപ്പെടുന്നത്. You will see it being divided. നീ അത് രണ്ടായി വേർതിരിയപ്പെടുന്നത് കാണും. And the people crossed the Red Sea. ആമേൻ. ജനം ചെങ്കടൽ കടന്നു. Are you getting me? എത്ര പേർക്ക് മനസ്സിലായി? Listen to me. എന്നെ ശ്രദ്ധിക്കണം. Something standing against you നിനക്കെതിരായി നിൽക്കുന്ന ചിലത് is going to be divided these days. ഇന്ന് അത് രണ്ടായിട്ട് വേർപിരിയാൻ പോകും. You may never you may never see a way right now. ആമേൻ. You may never see a way right now. ആമേൻ. ഇന്ന് നീ ഒരു വഴി അതിന്റെ മുമ്പിൽ കാണുന്നില്ല. Once again I will tell you. ഒരിക്കൽ കൂടി പറയാം. You may not see. That's the right sentence. You may not see a way right now. ആമേൻ. ഇന്ന് നീ ഒരു വഴി നോക്കുമ്പോ കാണുന്നില്ല. Right now you may not see any miracle. ആമേൻ. ഇന്ന് നീ നോക്കുമ്പോ ഒരു അത്ഭുതം കാണുന്നില്ല. But there's a miracle hidden. പക്ഷേ ഒരു അത്ഭുതം മറഞ്ഞു കിടക്കുന്നു. There's a way hidden. ഓ, ഒരു മറഞ്ഞു കിടക്കുന്ന വഴി അതിന്റെ അകത്തുണ്ട്. There's a path hidden. ആമേൻ. മറഞ്ഞു കിടക്കുന്ന ഒരു പാത അതിന്റെ അകത്തുണ്ട്. Come on. ഹോൾബാസിയം ബ്രേമെ ഫാന്റി. ഹോൾബി ആരാമ സാന്റിനി മികി. ശർമാ സാന്റിനി മി. Father, we receive it in Jesus. Loko shakata tala raka sikalate la roko shakata baba. Atata kalepa papa roko shakalata laka shake.
I will tell you one thing. ഞാൻ നിങ്ങളോട് പറയാം, The hidden way is going to be revealed these days. ആമേൻ, ഈ ദിവസങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന പാതകൾ നിനക്ക് വെളിപ്പെട്ടു വരും. It's going to be revealed to you these ഈ days. ദിവസങ്ങളിൽ മറഞ്ഞു കിടന്ന പാതകൾ നിനക്ക് വെളിപ്പെട്ടു വരും. Miracle is going to be revealed. ആമേൻ, ആ അത്ഭുതം നിനക്ക് വെളിപ്പെട്ടു വരും. That miracle is going to be revealed. ആ അത്ഭുതം നിനക്ക് വെളിപ്പെട്ടു വരും. Come on, how many of you believing it? എത്ര പേര് വിശ്വസിക്കുന്നു? Come on, how many of you believing it? എത്ര പേര് വിശ്വസിക്കുന്നു? That miracle is going to be revealed. ആമേൻ, അത്ഭുതം വെളിപ്പെടും. That supernatural way is going to be revealed. അസാധാരണമായ വഴികൾ വെളിപ്പെടും. God is telling me. കർത്താവ് എന്നോട് പറയുന്നു, Supernatural resources. ആമേൻ, അസാധാരണമായ ഉറവിടങ്ങൾ. Supernatural resources. അസാധാരണമായ ഉറവിടങ്ങൾ. Supernatural resources. അസാധാരണമായ ഉറവിടങ്ങൾ. In the name of Jesus. യേശുവിൻ നാമത്തിൽ Be revealed before you in Jesus' ഈ name. ദിവസങ്ങളിൽ നിന്റെ മുമ്പിൽ വെളിപ്പെടും. I receive, Father. How many of you believing? എത്ര പേര് അത് വിശ്വസിക്കുന്നു? Supernatural resources revealed before you. ആമേൻ, ഈ ദിവസങ്ങളിൽ അസാധാരണമായ ഉറവിടങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. Receive it in No Jesus. one thought, even Moses didn't knew that there was a way in the midst of the Red Sea. ഹല്ലേലൂയ. ആരും ചിന്തിച്ചില്ല, മോശ പോലും ചിന്തിച്ചില്ല, ചെങ്കടലിന്റെ അകത്ത് ഒരു പാത ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന്. Oh. Shabba-ba-ba-ba-ba. No one knew that. ആർക്കും അത് അറിയത്തുമില്ല. No one knew that. ആർക്കും അത് അറിയത്തില്ല. That's why in the book of Isaiah, അതാണ് യെശയ്യാവിന്റെ പുസ്തകം പറയുന്നത്. God tells us, ആമേൻ. your ways are not my ways. ആമേൻ. നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ. Your ways are not my ways. ആമേൻ. നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ. You may not see a way where I have seen a way. ആമേൻ. നീ വഴികളെ കാണാത്തിടത്ത് ഞാൻ വഴിയെ കണ്ടവനാണ്. Hallelujah. Father, your plans are not my plans. ആമേൻ. നിന്റെ പദ്ധതികളല്ല എൻ്റെ പദ്ധതികൾ. Where you have not seen a way till now. ആമേൻ. ഇന്ന് വരെ നീ ഒരു വഴിയും കാണാത്തിടത്ത് In the name of Jesus. യേശുവിൻ നാമത്തിൽ, Take it in Jesus' name. യേശുവിൻ നാമത്തിൽ അത് ഏറ്റെടുക്കുക. Take it in Jesus' name. യേശുവിൻ നാമത്തിൽ അത് ഏറ്റെടുക്കുക. Take it in Jesus' name. യേശുവിൻ നാമത്തിൽ ഏറ്റെടുക്കുക. Where you have not seen a deliverance till now. ഇതുവരെ നീ ഒരു വിടുതലിനെ കാണാത്ത സ്ഥലത്ത്, Where you have not seen a restoration right now. ഇതുവരെ നീ ഒരു യഥാസ്ഥാനത്തെ കാണാത്ത ഇടത്ത്, You are going to see the restoration. നീ ആ യഥാസ്ഥാനത്തെ കാണാൻ പോകുകയാണ്. Your family is going to be restored. നിന്റെ കുടുംബം യഥാസ്ഥാനപ്പെടും. Right now you may think, ഇന്ന് നീ ഇങ്ങനെ ചിന്തിക്കുന്നു, how can it be happened? എങ്ങനെ അത് സംഭവിക്കും? How is it possible? എങ്ങനെ അത് സാധ്യമാകും? Pastor, how is it possible? പാസ്റ്റർ, എങ്ങനെ അത് സാധ്യമാകും? I don't think. ഞാൻ ചിന്തിക്കുന്നില്ല. I cannot find a way right now. എനിക്കൊരു വഴി അത് കാണാൻ പറ്റുന്നില്ല. Where you cannot see, നിനക്ക് കാണാൻ കഴിയാത്തടത്ത് God has prepared a way for you. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. Where you have not seen, നീ കാണാത്ത ഇടത്ത് God has prepared a way for you. ദൈവം നിനക്കായി ഒരു വഴിയെ ഒരുക്കിയിട്ടുണ്ട്. The word that God told me is നമ്മെ കർത്താവ് എന്നോട് പറഞ്ഞ പദം supernatural restoration. ഹല്ലേലൂയ. അസാധാരണമായ ആമേൻ യഥാസ്ഥാനം. Come on, say supernatural restoration. അസാധാരണമായ യഥാസ്ഥാനം. Supernatural resources. അസാധാരണമായ ഉറവിടങ്ങൾ. Supernatural deliverances. അസാധാരണമായ വിടുതലുകൾ. Supernatural healings. അസാധാരണമായ സൗഖ്യങ്ങൾ. Supernatural provisions. അസാധാരണമായ കരുതലുകൾ. In Jesus' name. യേശുവിൻ നാമത്തിൽ. Father, we receive. Verse 40. 14 വാക്യം. Psalms 136 verse 40. നമ്മെ സങ്കീർത്തനം 136:14. And God made Israel pass through the midst of it, for his mercy endures forever. അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. Wow. I knew one song where there is no way, God has a way. ഞാൻ ഒരു പാട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എവിടെ വഴിയില്ലയോ അവിടെ ദൈവത്തിനൊരു വഴിയുണ്ട്. Where there is no way, God has a way. എവിടെ വഴിയില്ലയോ അവിടെ കർത്താവിനൊരു വഴിയുണ്ട്. Look, നിങ്ങൾ നോക്കിക്കേ. they never thought that they would pass or overcome this Red Sea. അവരൊരിക്കലും ചിന്തിച്ചില്ല അവർ ഈ ചെങ്കടലിനെ മറികടക്കുമെന്ന്. They never knew that. അവർക്കത് അറിയത്തുമില്ല. But when God with his mighty power
ദൈവത്തിന്റെ സർവശക്തി, when the mighty power of God worked in their life, ആമേൻ, ദൈവത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ they crossed the Red Sea. അവർ ചെങ്കടലിനെ മറികടന്നു. The name of Jesus. യേശുവിൻ നാമത്തിൽ. Some problems right now you're facing. ആമേൻ, ഇന്ന് നീ നേരിടുന്ന ചില വിഷയങ്ങൾ You may doubt how I will overcome it. നീ ചിന്തിക്കുക എങ്ങനെ ഞാൻ ഇതിനെ ജയിക്കും. You may think how you will overcome it. നീ ചിന്തിക്കുക എങ്ങനെ ഞാൻ ഇതിനെ മറികടക്കും. You may say that it is impossible. നീ പറയുക ഇത് അസാധ്യമാണ്. As the people crossed the Red Sea, പക്ഷേ ആമേൻ, ദൈവത്തിന്റെ ജനം ചെങ്കടൽ മറികടന്നത് പോലെ you are going to cross everything. ഹല്ലേലൂയ, നീ എല്ലാത്തിനെയും മറികടക്കാൻ In പോകുകയാണ്. the name of Jesus, യേശുവിൻ നാമത്തിൽ you are going to cross everything. ഈ സകലത്തെ മറികടക്കാൻ പോകുന്നു. ആമേൻ. This morning I was just speaking to my spiritual son how God led us all through these years. ഇന്ന് രാവിലെ എൻ്റെ ആത്മീയ മകനോട് ഞാൻ പറയുകയായിരുന്നു, ദൈവം ഈ വർഷങ്ങളിലൊക്കെ നമ്മളെ എങ്ങനെ നയിച്ചു. When we started ministry in Chengundur, we had to face a lot of oppositions. ആമേൻ. ചെങ്ങന്നൂരിൽ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അനവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. Many times I used to think, Lord, how I would overcome this problem. I would overcome this opposition. ആമേൻ. ഒത്തിരി തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ എങ്ങനെ ഞാൻ ഈ വിഷയത്തെ ജയിക്കും. But now I know one thing. പക്ഷേ ഇന്ന് എനിക്കൊരു കാര്യം അറിയാം. The Lord whom I serve, ആമേൻ, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം is faithful to his words. അവന്റെ വാക്കിന് അവൻ വിശ്വസ്തനാണ്. He's a faithful God. അവൻ വിശ്വസ്തനായ He's a ദൈവമാണ്. faithful God. അവൻ വിശ്വസ്തനായ ദൈവമാണ്. Many Red Sea came against me. ആമേൻ. അനവധി ചെങ്കടൽ എൻ്റെ മുമ്പിൽ വന്നു. But the grace of God, ദൈവത്തിന്റെ കൃപയാൽ, but the grace of God, ദൈവത്തിന്റെ കൃപയാൽ I was able to overcome ഞാൻ everything. അതിനെല്ലാം ജയിക്കാനിടയായി. Verse 15. 15-ാം വാക്യം. Not only they were able to overcome the Red Sea, what did we see in 15? ആമേൻ. God overthrew Pharaoh and his army in the Red Sea, for his mercies endures forever. ഹല്ലേലൂയ. ചെങ്കടലിലൂടെ ഇസ്രായേൽ മക്കളെ കടത്തിപ്പിടിക്കുക മാത്രമല്ല ചെയ്തത്. 15-ാം വാക്യം. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവന്റെ ദയ എന്നേക്കുമുള്ളതാ. Overthrew. You know, that means in Exodus 14:26, shook off. ആമേൻ. Shook off. ആമേൻ. അതായത് കൊടഞ്ഞു കളയുക. Shook off. കൊടഞ്ഞു കളഞ്ഞു. The Egyptians, ആമേൻ. മിസ്രൈമ്യർ they had strong chariots, അവർക്ക് ശക്തിയേറിയ രഥങ്ങളുണ്ട്, powerful horses, ശക്തിയേറിയ കുതിരകളുണ്ട്. but they were not able to reach the people of God. പക്ഷെ ദൈവത്തിന്റെ ജനത്തിന് അടുത്തെത്തുവാൻ സാധിച്ചില്ല. We know the story. നമുക്ക് ഈ കഥ അറിയാം. The whole night, രാത്രി മുഴുവൻ the glory of God came. ആമേൻ. ദൈവ മഹത്വം The ഇറങ്ങി. fire of God, ദൈവത്തിന്റെ അഗ്നി the ഇറങ്ങി. angel of God ദൈവത്തിന്റെ ദൂതൻ came ഇറങ്ങി. and stood between the people of Egypt and the people of Israel. മിസ്രൈമ്യർക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി നിന്നു. ആമേൻ. Hallelujah. The next day morning, അടുത്ത ദിവസം രാവിലെ they tried to catch the people of God, ആമേൻ. ദൈവത്തിന്റെ മക്കളെ പിടിക്കുവാൻ അവർ പരിശ്രമിച്ചു. but they were thrown into the Red Sea. പക്ഷെ ചെങ്കടലിൽ അവർ എറിയപ്പെട്ടു. What do you mean by that? എന്താണ് അതിന്റെ അർത്ഥം? What do you mean by that? എന്താണ് അതിന്റെ അർത്ഥം? The enemy that's trying to destroy you, നിന്നെ തകർക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ നോക്കുന്ന ശത്രു, that's following you to destroy you, ആമേൻ. നിന്നെ തകർത്ത് കളയുവാൻ നിന്റെ പിന്നാലെ വരുന്ന ശത്രു, that's coming after you. നിന്റെ പിന്നാലെ വരുന്ന നിന്റെ ശത്രു. God is telling me, കർത്താവ് എന്നോട് പറയുന്നു, you will see them no more. ആമേൻ. നീ ഇനി അവരെ കാണത്തില്ല. You will see them no more. നീ ഈ ശത്രുക്കളെ ഇനി കാണത്തില്ല. Are you getting me? എത്ര പേർക്ക് മനസ്സിലാവും? God is going to throw them out. ആമേൻ. ദൈവം അവരെ എറിഞ്ഞു കളയും. You know what do you read in that chapter? എന്താ നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത്? The Pharaoh is strong army, is strong horses, is strong chariots. Everything ran into the Red Sea, and the water came back,
and everyone was killed. ആമേൻ. നമ്മൾ അവിടെ വായിക്കുന്നു, ആമേൻ, ശക്തിയേറിയ രഥങ്ങളും ശക്തിയേറിയ കുതിരകളും ശക്തിയേറിയ സൈന്യവുമുള്ള പറവോൻ, ആമേൻ, ആ സകല സൈന്യവുമായി ചെങ്കടലിലേക്ക് ഇറങ്ങി വെള്ളം തിരികെ ഒത്തുചേർന്നു. ആമേൻ, അവർ ആ കടലിന്റെ അകത്ത് പട്ടുപോയി. Everyone was killed. സകലരും മരണപ്പെടുവാനിടയായി. God told the people of God, ആമേൻ, ദൈവത്തിന്റെ ജനത്തോട് കർത്താവ് the പറഞ്ഞു, Egyptians that you see right now, ഇന്ന് കാണുന്ന മിസ്രയീമിനെ you will never see them again. ഇനി നീ കാണത്തില്ല. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? The forces, the enemies, the struggles, the pain, the bondage, the stress, the terror that you have faced all these years. ആമേൻ, ഈ നീണ്ട വർഷങ്ങളായി നീ കടന്നുപോയ ബുദ്ധിമുട്ട്, ആമേൻ, പീഡനത്തിന്റെ അവസ്ഥ, വേദനയുടെ അവസ്ഥ, ആമേൻ, ആമേൻ, നിരാശയുടെ അവസ്ഥ, ഈ വിഷയങ്ങളെല്ലാം You will see no more. ഇനി അതിനെ നീ കാണത്തില്ല. You will never have it no more. ഇനി നീ അത് കാണത്തില്ല. You are free in Jesus' നീ name. യേശുവിൻ നാമത്തിൽ സ്വതന്ത്രനാണ്. You are free in Jesus' name. യേശുവിൻ നാമത്തിൽ നീ സ്വതന്ത്രനാണ്. Come on, receive that freedom. ആമേൻ, ആ സ്വാതന്ത്ര്യം ഏറ്റെടുക്കുക. Receive that freedom. ആ സ്വാതന്ത്ര്യം You ഏറ്റെടുക്കുക. are free in Jesus' name. യേശുവിൻ നാമത്തിൽ നീ സ്വതന്ത്രനായി. Those people who are standing against you, നിനക്കെതിരെ നിൽക്കുന്ന വ്യക്തികൾ, you stood against you once. ഒരിക്കൽ നിനക്കെതിരെ നിന്നവർ, God is going to judge them. ദൈവം അവരെ വിധിക്കും. Are you getting me? എത്ര പേർക്ക് മനസ്സിലായി? Hallelujah. ഹല്ലേലൂയ. Hallelujah. Okay, let's go to the 16th verse. നമുക്ക് വായിക്കാം 16-ാം വാക്യം. To him who led his people through the wilderness, for his mercy endures forever. തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. 17-18. 17-18 വാക്യം. To him who struck down great kings and slew famous kings. ആമേൻ. മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. Verse 19. ആമേൻ. Shihon, king of the Amorites. ആമേൻ. Verse 20. The Og, the king of Bashan. ആമേൻ. For his mercy endures forever. ആമേൻ. അമോര്യരുടെ രാജാവായ സീഹോനെയും ബാർഷൻ രാജാവായ ഓഗിനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. These kings were keeping what belonged to the people of Israel. ആമേൻ. ഈ രാജാക്കന്മാരെല്ലാം ഇസ്രായേൽ മക്കൾക്ക് അവകാശപ്പെട്ടതിനെ പിടിച്ചു വെച്ചവരാ. Listen to me. എന്നെ ശ്രദ്ധിച്ചോണം. They were having what God has promised to the people of Israel. ആമേൻ. ഇസ്രായേൽ മക്കളോട് ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ പിടിച്ചു വെച്ചവരാണ് ഇവർ. When they saw the people of Israel approaching to the land, ആമേൻ. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്തോട് അടുക്കുന്നത് ഇവർ കാണുമ്പോൾ, these famous kings, ഈ ശ്രേഷ്ഠ രാജാക്കന്മാർ, strong powerful kings, ആമേൻ, ഈ മഹാരാജാക്കന്മാർ, they went against God people. ആമേൻ, ദൈവജനത്തിനെതിരായി യുദ്ധം ചെയ്യാൻ ചെന്നു. But the mighty power of God പക്ഷേ ദൈവത്തിന്റെ ശക്തി destroyed them all. അവരെ എല്ലാം തകർത്ത് കളഞ്ഞു. And what they kept for themselves, അവർക്ക് വേണ്ടി അവർ വെച്ചത്, which belonged to God's people, ദൈവമക്കൾക്ക് ഉണ്ടായിരുന്നത്, it was restored back to God's people. അത് ദൈവമക്കളിലേക്ക് യഥാസ്ഥാനപ്പെട്ടു. The prophetical word is, ആമേൻ. നീ സ്വീകരിക്കുക പ്രവചന ശബ്ദം. what belongs to you, നിനക്ക് അവകാശപ്പെട്ടത്, which the enemy is keeping for himself, ആമേൻ, പിശാച് അതിനെ പിടിച്ചു is വച്ചിരിക്കുകയാണ്. going to be restored back to ഈ you. ദിവസങ്ങളിൽ അത് യഥാസ്ഥാനപ്പെടുകയാണ്. What belongs to you, നിനക്ക് അവകാശപ്പെട്ടത്, what belongs to your family, നിന്റെ കുടുംബത്തിന് അവകാശപ്പെട്ടത്, what belongs to you, നിനക്ക് അവകാശപ്പെട്ടത്, which Satan is keeping to himself, ആമേൻ, സാത്താൻ അവന്റേതായി പിടിച്ചു വച്ചിരിക്കുകയാണ്. which Satan has hidden from you, ആമേൻ, നിന്നിൽ നിന്ന് പിശാച് മറച്ചു വച്ചിരിക്കുകയാണ്. God is going to restore you back. ദൈവം അത് നിനക്ക് യഥാസ്ഥാനപ്പെടുത്തി തരുന്നു. In Jesus' name, യേശുവിൻ നാമത്തിൽ everything is going to be restored back. സകലതും യഥാസ്ഥാനപ്പെടുന്നു. The Amorites, the Og, the king, the Shihon, the king of Amorites, Og, the king of Bashan, these people were keeping land which belonged to God's people. ഹല്ലേലൂയ. അമോര്യരുടെ രാജാവായ സീഹോനും ബാശൻ രാജാവായ ഓഗിനും ദൈവമക്കൾക്ക് അവകാശപ്പെട്ടതിനെ പിടിച്ചു വെച്ചു. But the mighty power of God പക്ഷേ ദൈവത്തിന്റെ ശക്തി worked through the man Moses. ആമേൻ. ദൈവത്തിന്റെ അഭിഷിക്തനായ മോശയിലൂടെ പ്രവർത്തിച്ചു. Worked to the man, through the man Joshua, ആമേൻ. യോശുവയിൽ അന്ന് ദൈവത്തിന്റെ പുരുഷനിലൂടെ പ്രവർത്തിച്ചു. through the people
people of Israel. ഇസ്രായേൽ മക്കളിലൂടെ പ്രവർത്തിച്ചു. And they were able to capture everything, restore back everything. സകലത്തിനെ അവർക്ക് പിടിച്ചടക്കാൻ സാധിച്ചു. സകലതും യഥാസ്ഥാനപ്പെട്ടു. God has promised them. ദൈവം അവരോട് വാഗ്ദത്തം Verse ചെയ്തു. 21. 21 വാക്യം. And gave their land as a heritage, for his mercy endures forever. അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു. അവന്റെ ദയ A നീക്കുമോ. heritage to Israeli servant. ആമേൻ ആമേൻ. ഇസ്രായേൽ തന്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ. 23. 23 വാക്യം. Who remembered us in our lowly state, for his mercy endeth forever. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ നീക്കുമോ. And rescued us from our enemies, for his mercy endeth forever. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവന്റെ ദയ നീക്കുമോ. God who remembered us. നമ്മളെ ഓർത്ത ദൈവം. You know, they were slaves in Egypt. അവരെ മിസ്രയീമിൽ അടിമകളായിരുന്നു. They were the low state, അവർ ഏറ്റവും താഴ്ചയിലായിരുന്നു. at the lowly state. ഏറ്റവും താഴ്ന്ന നിലവാരം. But God remembered them ദൈവം അവരെ ഓർത്തു. and picked them out അവരെ പുറത്തു കൊണ്ടുവന്നു. from the lowly state. ഏറ്റവും താഴ്ചയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. Oh, to a higher level. ഏറ്റവും ഉയർന്ന നിലയിലേക്ക്. ആമേൻ. Wow. Wow. That's written there. അതാണ് അവിടെ എഴുതിയേ. Who remembered me ആമേൻ. when I was nothing. ആമേൻ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ. Who remembered me when I was nothing. ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെ ഓർത്ത ദൈവം. ആമേൻ. In Psalms 113 it's been written. സങ്കീർത്തനം 113 ഇങ്ങനെ പറയുന്നു. He took me from the dirt. ആമേൻ. അവൻ പൊടിയിൽ നിന്ന് എന്നെ He എടുത്തു. took me from the dust. അവൻ പൊടിയിൽ നിന്ന് എന്നെ എടുത്തു. Raised me up എന്നെ ഉയർത്തി. and placed me among the princes. ആമേൻ. രാജാക്കന്മാരുടെ കൂടെ എന്നെ പന്തിയിലിരുത്തി. ഹല്ലേലൂയ. പ്രഭുക്കന്മാരുടെ നടുവിൽ നിർത്തിയിരിക്കുന്നു. Amen. What a great God we serve. നമ്മൾ സേവിക്കുന്ന ദൈവം എത്ര വലിയവനാണ്. This God is going to raise your situation right now. ആമേൻ. ഈ ദൈവം നിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ഉയർത്തും. Don't think about your lowly state right now. ആമേൻ. ഇന്ന് നിന്റെ ആയിരിക്കുന്ന താഴ്ചയുടെ നിലവാരം ചിന്തിക്കരുത്. God has not forsaken you. കർത്താവ് നിന്നെ തള്ളിയിട്ടില്ല. God has not forsaken you. ദൈവം നിന്നെ തള്ളത്തില്ല. This is your time for a great restoration. ഇത് നിന്റെ യഥാസ്ഥാനത്തിന്റെ സമയമാണ്. God is going to pick you from your lowly state ആമേൻ. നിന്റെ താഴ്ചയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തുന്നു. and place you in higher levels. ഏറ്റവും ഉയർന്ന നിലയിലേക്ക് നിന്നെ You എത്തിക്കുന്നു. are going to sit among the kings and princes. ആമേൻ. നീ പ്രഭുക്കന്മാരുടെ കൂടെ രാജാക്കന്മാരുടെ കൂടെ You are പന്തിയിലിരിക്കും. going to reign in life. നീ ജീവിതത്തിൽ വാഴും. You are going to reign in life. നീ ജീവിതത്തിൽ വാഴും. You are going to be known as kings and queens and Amen. princes and princesses. ആമേൻ. നീ രാജാവായി രാജ്ഞിയായി രാജകുമാരന്മാരായി വാഴും. In the name of Jesus. യേശുവിൻ നാമത്തിൽ. How many of you believing it? എത്ര പേര് വിശ്വസിക്കുന്നു? God is going to pick you from your poverty. ആമേൻ. ദൈവം നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. God is going to pick you from your sickness. ആമേൻ. നിന്റെ രോഗത്തിൽ നിന്ന് നിന്നെ ഉയർത്തും. He's going to raise you from your sick bed. ആമേൻ. നിന്റെ ആമേൻ രോഗക്കിടക്കയിൽ നിന്ന് നിന്നെ അവൻ He's going to ഉയർത്തും. raise you from your debts right now. ആമേൻ. നിന്റെ കടഭാരത്തിൽ നിന്ന് നിന്നെ അവൻ ഉയർത്തും. He's going to raise you from your failure, നിന്റെ പരാജയത്തിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തും. from your defeat, നിന്റെ പരാജയത്തിൽ നിന്ന് to a prestigious level, ആമേൻ ഏറ്റവും മാന്യതയുള്ള to സ്ഥലത്തേക്ക്, an excellent level. ഏറ്റവും ആമേൻ ശ്രേഷ്ഠമായ ഇടത്തേക്ക്. Say amen. ആമേൻ പറഞ്ഞാൽ. Verse 25. 25 വാക്യം. Who gives food to all fish. സകല ജഡത്തിനും ആഹാരം Not കൊടുക്കുന്നവൻ. only that, the Lord who fed us, ആമേൻ. who fed us while we were in the wilderness. ആമേൻ. ഞങ്ങൾ മരുഭൂമിയിലായിരുന്നപ്പോൾ നമ്മെ ആഹാരം തന്ന് പോഷിപ്പിച്ചവൻ. Thanks be to the Lord. അവന്റെ ദയ എന്നേക്കുമുള്ളത് അവന് നന്ദി കൊടുക്കുന്നു. What a wonderful Psalms. ആമേൻ. എത്ര നല്ല 2 സങ്കീർത്തനം. days back while I was reading it, ആമേൻ. 2 ദിവസം മുമ്പ് ഞാൻ ഇത് വായിക്കുമ്പോൾ I was so much encouraged. ആമേൻ ഞാൻ ഒത്തിരി I was പ്രചോദിക്കപ്പെടുവാനിട. so much strengthened. ഞാൻ ബലപ്പെട്ടു വളരെയധികം. I was just praising God. ഞാൻ എന്റെ കർത്താവിനെ സ്തുതിച്ചു. Our God is a great God. നമ്മുടെ ദൈവം എത്ര വലിയവനാ. The God who saw me when I was nothing. ആമേൻ. ഞാൻ താഴ്ചയിലായിരുന്നപ്പോൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെ ഓർത്ത ദൈവം. When I was nothing before my people. എന്റെ ജനത്തിന് മുമ്പ് ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നപ്പോൾ, When I was nothing before my people. എന്റെ ജനത്തിന്റെ മധ്യേ ഞാൻ ഒന്നുമല്ലാത്തവനായിരുന്ന കാലത്ത്, When I was a big zero. വലിയൊരു പൂജ്യമായിരുന്ന കാലത്ത്, When I was a great failure. ഞാൻ വലിയൊരു പരാജയമായിരുന്ന കാലത്ത് God remembered me. കർത്താവിനെ ഓർത്തു. He didn't forget me. അവൻ എന്നെ മറന്നില്ല. He didn't forget me. അവൻ എന്നെ മറന്നുപോയില്ല. He saw me. അവൻ എന്നെ കണ്ടു. You raised me. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. He called me. അവൻ എന്നെ വിളിച്ചു. He justified me. അവൻ എന്നെ നീതീകരിച്ചു. He sanctified me. അവൻ എന്നെ വിശുദ്ധീകരിച്ചു. And now he has been glorified. അവൻ എന്നെ തേജസ്കരിച്ചു. Praise be
സകല മഹത്വം Praise the name of the Lord. കർത്താവിന്റെ നാമം മഹത്വമുള്ളത്. Are you getting me? എത്ര പേർക്ക് മനസ്സിലായി? Before I end this message, ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് I would മുമ്പ് like to pray for you. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ How ആഗ്രഹിക്കുന്നു. many of you need the mighty power of God in your life? എത്ര പേർക്ക് കർത്താവിന്റെ ആ അതിയായ സർവശക്തി Stretch ജീവിതത്തിൽ your അനുഭവം? hands towards the screen. അമ്മേ, ഈ സ്ക്രീനിലേക്ക് നിങ്ങളുടെ കരങ്ങളെ നീട്ടിയാൽ Wherever you are, നിങ്ങൾ എവിടെയാണെങ്കിലും I see the power of God touching you. ആമേ, ദൈവശക്തി നിന്നെ തൊടുന്ന ഞാൻ The കാണുന്നു. mighty power of God. ദൈവത്തിന്റെ ശക്തി നിന്നെ തൊടുന്നത് You കാണുന്നു. know, remember all the words that God has spoken to you right now. ആമേ, ഇന്ന് നിന്നോട് ദൈവം സംസാരിച്ച എല്ലാ വചനങ്ങളും ഓർക്കുക. In this section, what God has promised you and prophesied to ആമേ, you, ഈ സെക്ഷനിൽ ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തതും ആമേ പ്രവചിച്ചതുമായ സകല വാക്കുകളും God is looking at you. കർത്താവ് നിന്നെ നോക്കിയ God has chosen you. ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. God has chosen you. ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. God is looking for a man and woman കർത്താവ് ഒരു ആമേ പുരുഷനായ ഒരു സ്ത്രീക്കായി നോക്കുന്നു, through whom he can show or manifest his glory, ആരിലൂടെ അവന്റെ മഹത്വത്തെ അവന്റെ ശക്തിയെ അവന് വെളിപ്പെടുത്താമെന്ന്. through whom he can manifest his mighty power. അവന്റെ ശക്തിയെ ആരിലൂടെ വെളിപ്പെടുത്താമെന്ന്. Come on, are you willing for that? നീ അതിന് തയ്യാറാണോ? How many of you are willing for that? എത്ര പേര് അതിന് തയ്യാറായിട്ടുണ്ട്? How many of you are willing for എത്ര that? പേര് അതിന് തയ്യാറായിട്ടുണ്ട്? How many of you are willing for എത്ര that? പേര് അതിന് തയ്യാറായിട്ടുണ്ട്? Through whom he can perform his signs, wonders and miracles. ആരിലൂടെ അവന്റെ അത്ഭുതം അടയാളം വീര്യപ്രവൃത്തി പ്രവർത്തിക്കാമെന്ന്. Who is willing to be his mouth? ആമേ, ആരവന്റെ അധരമായിരിക്കാൻ തയ്യാറാണെന്ന്. Who is willing to be his hands? ആരവന്റെ കരമായിരിക്കാൻ തയ്യാറാണെന്ന്. Who wants to stand for him? ആരവന് വേണ്ടി നിൽക്കണമെന്ന്. Who is willing to represent God? ആരവനെ പ്രതിനിധീകരിക്കുമെന്ന്. Doesn't matter how weak you are. ആമേ, എത്ര ബലഹീനനാണ് നീ എന്നതല്ല ദൈവത്തിന്റെ വിഷയം. Moses told God, look, I am a stammerer. ആമേ, മോശ ദൈവത്തോട് പറഞ്ഞു, ഞാൻ വിക്കനായ തടിച്ച നാവുള്ള വ്യക്തി. A person with stammering. ആമേ, ഞാൻ വിക്കനായ വ്യക്തിയാ. How can I speak to Pharaoh? എങ്ങനെ ഫറവോന്റെ മുമ്പിൽ ഞാൻ സംസാരിക്കും? Wow. ശാലിയ മസിയൻ തനബ. Zikota ta 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 ta. Lipa pa 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 kautola roko shaka dandiga. Look at my weakness. എന്റെ ബലഹീനത നോക്കിക്കേ. But I will tell you one thing. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, When the strength of God come on your weakness. ആമേ, ദൈവത്തിന്റെ ബലം നിന്റെ ബലഹീനതയുടെ മേൽ വരുമ്പോൾ, Hallelujah. ഹല്ലേലൂയ, When light appears, ആമേ, വെളിച്ചം വെളിപ്പെടുമ്പോൾ, darkness is vanished. ആമേ, ഇരുൾ മാറിപ്പോകും. We don't see, we don't sense darkness where light appears. ആമേ, എവിടെ വെളിച്ചം വെളിപ്പെടുന്നോ അവിടെ ഇരുളിനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. Where you find light, എവിടെ നീ വെളിച്ചം കാണുന്നോ you never find darkness. അവിടെ നീ ഇരുട്ട് കാണത്തില്ല. Hallelujah. ഹല്ലേലൂയ. When sun rises, ആമേൻ. ആമേ, സൂര്യൻ ആമേ ഉദിക്കുമ്പോൾ, night is vanished. ആമേ, ഇരുൾ രാത്രി മാറിപ്പോകുന്നത് Darkness പോലെ, is vanished. ഇരുൾ മാറിപ്പോകുന്നത് In the പോലെ, same way, അതുപോലെ തന്നെ when the strength of God comes on you, ദൈവത്തിന്റെ ബലം നിന്റെ മേൽ വരുമ്പോൾ, when the power of God comes on you, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ, your weakness will flee out of you. അവൻ നിന്നിൽ നിന്ന് നിന്റെ ബലഹീനത പറന്നു പോകാനിടയാകും. No one will see your weakness. ആർക്കും നിന്റെ ബലഹീനതയെ കാണാൻ പറ്റത്തില്ല. No one will see your weakness. ആർക്കും നിന്റെ ബലഹീനത കാണാൻ സാധിക്കത്തില്ല. Everyone will see the glory of God in you. എല്ലാവരും നിന്നിൽ ദൈവ മഹത്വത്തെ ദർശിക്കും. God is going to manifest through ദൈവം you. നിന്നിലൂടെ വെളിപ്പെടും. Father. How many of you are taking it? എത്ര പേര് അത് ഏറ്റെടുക്കുന്നു? God is going to manifest through ദൈവം you. നിന്നിലൂടെ വെളിപ്പെടും. Through you, through you, through you, through you. നിന്നിലൂടെ അവൻ വെളിപ്പെടും. Wherever you are. എവിടെയാണെങ്കിലും, In the state of Kerala. ആമേ, കേരളത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും, In the state of Kerala. കേരളത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും, In different parts of India. ഇന്ത്യയുടെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും, Throughout the globe. ആമേ, ലോകത്തെമ്പാടും എവിടെയാണെങ്കിലും, country you are. ഏത് രാജ്യത്തിന്റെ അകത്താണെങ്കിലും, Which nation you are right ഏത് now. രാജ്യത്തിന്റെ അകത്ത് നീ ആണെങ്കിലും, You are going to manifest. നീ വെളിപ്പെട്ടു വരും. Come on, say, I manifest. പറ, ഞാൻ വെളിപ്പെടുത്തും. I manifest. ഞാൻ വെളിപ്പെടുത്തും. Wow. I manifest the glory of God. ഞാൻ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. I could manifest signs and wonders and miracles of God. ഞാൻ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ വെളിപ്പെടുത്തും. I am his mouth. ഞാൻ അവന്റെ അധരമാണ്. I am his eyes. ഞാൻ അവന്റെ കണ്ണുകളാണ്. I am his ears. ഞാൻ അവന്റെ കാതുകളാണ്. I am his hands. ഞാൻ അവന്റെ കരങ്ങളാണ്. I am his legs. ഞാൻ അവന്റെ പാദങ്ങളാണ്. Are you getting me? എത്ര പേർക്ക് എന്നെ മനസ്സിലാകും? God is looking for a man ദൈവം ഒരു മനുഷ്യനെ നോക്കുക, to manifest his mighty power. അവന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ. God is looking for a woman ദൈവം ഒരു സഹോദരിയെ നോക്കുക, to manifest his mighty power. അവന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ.
നീ എവിടെയാണെങ്കിലും from head to toe, ആമേൻ, നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ, from head to toe, നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ, from head to toe. നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ Power of God, ദൈവശക്തി. Call me Arabasati Nimiki. power of God. ദൈവത്തിന്റെ ശക്തി. I rebuke every weakness from your body, നിന്റെ ശരീരത്തിലെ എല്ലാ ബലഹീനതയെ ഞാൻ ശാസിക്കുന്നു. every sickness out of your body, എല്ലാ രോഗത്തെ ഞാൻ ശാസിക്കുന്നു. every infirmity is out of your body. എല്ലാ രോഗത്തിന്റെ അവസ്ഥയെ ഞാൻ ശാസിക്കുന്നു. I see the mighty power of God working in you. ദൈവത്തിന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നു. Receive, my dear brothers and sisters, ആമേൻ. എന്റെ പ്രിയ സഹോദര സഹോദരി, സ്വീകരിക്കുക the mighty power of God working in your life. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുകയാണ്. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. ഹല്ലേലൂയ. Yesterday, I met a family. ഇന്നലെ ഞാനൊരു കുടുംബത്തെ കണ്ടുമുട്ടി. For long years, നീണ്ട വർഷങ്ങളായി they were under satanic bondage. അവർ പൈശാചിക നുകത്തിൻ കീഴിലാണ്. Night times, രാത്രികളിൽ she used to scream and get up from her bed. അവൻ താൻ നിലവിളിക്കും. അവൻ തന്റെ കട്ടിലിൽ നിന്ന് No എഴുന്നേൽക്കുവാനിടയായി. sleep, ഉറക്കമില്ല. surrounded with fear, ഭയം നിറഞ്ഞ അവസ്ഥ. full of headaches and body pains. അവൻ തലവേദനയും ശരീരവേദനയും. Don't know what has happened. എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. Grace of God led them to me. അവൻ ദൈവത്തിന്റെ കൃപ എന്നിലേക്ക് അവരെ നയിച്ചു. You know what happened? എന്താ ഇന്നലെ സംഭവിച്ചതെന്നറിയാം. While I prayed, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം the power of God was released on them. ആ വ്യക്തിയുടെ മേൽ ദൈവശക്തി വരുവാനിടയായി. And the demon which was hiding in her തന്നിൽ മറഞ്ഞിരുന്ന ദുരാത്മാവ് manifested. പുറത്തു വന്നു. It began to vomit. She began to vomit. അത് കൈവശം ഛർദ്ദിക്കാൻ തുടങ്ങി. Every kind of poison which was given to her so that she will be killed. താൻ മരണപ്പെടുവാൻ തന്റെ അകത്ത് കൊടുത്ത സകല കൈവശവും Everything came out. സകലതും പുറത്തു വന്നു. Everything was fleshed out. സകലതും താൻ ഛർദ്ദിച്ചു. And she was totally delivered. താൻ പൂർണ്ണമായി സൗഖ്യമായി. She was totally delivered. താൻ പൂർണ്ണമായി വിടുവിക്കപ്പെട്ടു. I will tell you one thing. ഞാൻ നിങ്ങളോട് പറയാം. I will tell you one thing. ഞാൻ നിങ്ങളോട് പറയാം. God is going to make you manifest കർത്താവ് നിന്നെ വെളിപ്പെടുത്തും with his mighty power അവന്റെ ശക്തിയാൽ to deliver many people. അനവധി ആളുകളെ വിടുവിക്കുവാൻ. And those who are under bondage, ബന്ധനത്തിൻ കീഴിലായിരിക്കുന്നവർ, if you need a deliverance, നിങ്ങൾക്ക് വിടുതൽ വേണമെങ്കിൽ just pray. Just call the prayer number. പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കുക. We'd like to pray for you. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ We'd like to ആഗ്രഹിക്കുന്നു. pray for you. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ And I ആഗ്രഹിക്കുന്നു. see deliverance coming on you. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ വരുന്ന കാണുന്നു. If you feel some kind of, I'm under some kind of bondage, if you feel so, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നുകത്തിന്റെ ബന്ധനത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് അനുഭവിക്കാമെങ്കിൽ, any kind of uneasiness in your body, ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, you feel that you are under any kind of bondage, ഏതെങ്കിലും ബന്ധനം എന്റെ മേൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, just place your hands on your chest. നിങ്ങളുടെ നെഞ്ചോട് നിങ്ങൾ കരം വെച്ചാട്ടെ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. Place your hands on your chest. നിങ്ങളുടെ നെഞ്ചത്തോട് കൈവച്ചാട്ടെ. Be delivered. വിടുതൽ അനുഭവിക്കുക. Be delivered. വിടുവിക്കപ്പെടുക. Be delivered. വിടുവിക്കപ്പെടുക. Come out of that bondage. ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തു വരിക. In Jesus. യേശുവിൻ നാമത്തിൽ. Every powers of darkness, എല്ലാ ഇരുട്ടിന്റെ ശക്തിയും, every satanic yokes, എല്ലാ പൈശാചിക നുകങ്ങളും, come on, every satanic yokes, എല്ലാ പൈശാചിക നുകങ്ങളും I break it in Jesus' name. യേശുവിൻ നാമത്തിൽ തകർക്കുന്നു. In Jesus' name you're free. യേശുവിൻ നാമത്തിൽ നീ സ്വതന്ത്രനാണ്. Receive it. സ്വീകരിക്കുക. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. So blessed to be here in this studio preaching the word of God. ഈ സ്റ്റുഡിയോയിലായിരുന്നു നിങ്ങളോട് ദൈവവചനം സന്ദേശം പങ്കുവെക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. Just follow us on our Instagram and you can just subscribe the YouTube and like the Facebook so that you will be updated with all the programs the coming days. ഹല്ലേലൂയ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, അതുപോലെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതിനാൽ വരുന്ന ദിവസങ്ങളിലെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി ലഭിക്കുവാനിടയാകും. Just call the prayer line number so that we would like to pray for you. പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കുക, എന്നാൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും.
And on Sunday morning, we'll have a wonderful service. Don't miss it. ഞായറാഴ്ച രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ആമേ സർവീസ് ഉണ്ടായിരിക്കും. നിങ്ങൾ How to മറക്കരുത്. be blessed financially. എങ്ങനെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാം. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. Amen and amen. ഹല്ലേലൂയ. ആമേൻ.